Good morning, everyone. Welcome to Attendant 24/7 Malayalam channel. This is Hindu Sebastian. Namaskaram. Welcome to the Hindu Editorial Analysis of 28th Jan 2022. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് അതുപോലെ തന്നെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് ആൻഡ് വൊക്കാബ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സെഷൻ്റെ പ്രത്യേകത, എല്ലാ ദിവസത്തെ സെഷൻ്റെ പ്രത്യേകത നമ്മൾ ആദ്യം തന്നെ ആർട്ടിക്കിൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ നേരെ പോകുന്നു നമ്മുടെ സിനോണിംസ്, ആന്റോണിംസ്, ഫ്രേസൽ വേർബ്സ്, റിലേറ്റഡ് വേർഡ്സിലോട്ടൊക്കെ പോകുന്നു. എന്നിട്ട് നമ്മൾ ആർട്ടിക്കിളിലോട്ട് പോകുന്നു. ഡീറ്റെയിൽ ആയിട്ട് ആർട്ടിക്കിൾ ഓഫ് ദി ഡേ അനലൈസ് ചെയ്യുന്നു, ടോൺ ഓഫ് ദി ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ സ്പോട്ട് ദ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ദിവസം തന്ന ഹോംവർക്ക് ഡിസ്കസ് ചെയ്യുന്നു. ആൻഡ് ഫൈനലി നമ്മൾ ഇന്നത്തെ ഹോംവർക്ക് കൂടെ ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. ഇന്നത്തെ ഹോംവർക്ക് നിങ്ങൾക്ക് തരുന്നു അങ്ങനെ. അപ്പോൾ ഈ സെഷൻ നമുക്ക് ബാങ്കിങ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് UPSC എക്സാംസ്, ESIC, SSC എക്സാംസ്, HC എക്സാംസ്, ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആണ് കേട്ടോ. റൈറ്റിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാം, നിങ്ങളുടെ റീഡിംഗ് സ്കിൽസ്, കോംപ്രഹെൻഷൻ സ്കിൽസ്, അതുപോലെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ്, ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഇമ്പ്രൂവ് ചെയ്യണോ, വൊക്കാബ് എൻറിച്ച് ചെയ്യണോ, ഇതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് കേട്ടോ. സോ വെൽക്കം ടു അവർ സെഷൻ. അപ്പോൾ നമ്മുടെ സെഷൻ Monday to Friday 9 to 10 ആണ്. അപ്പോൾ നമ്മൾ നാളെ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സാറ്റർഡേയും കൂടെ സ്റ്റാർട്ട് ചെയ്യാണ്. ബട്ട് സാറ്റർഡേ നമ്മൾ എഡിറ്റോറിയൽ അനാലിസിസ് അല്ല നടത്താൻ പോകുന്നത്, വൊക്കാബിൻ്റെ വീക്ക്ലി ക്വിസ് നടത്താൻ പോണേ. ഹിന്ദു എഡിറ്റോറിയലിലെ വൊക്കാബിൻ്റെ വീക്ക്ലി ക്വിസസ് നടത്തുവാണ്. അപ്പോൾ നിങ്ങൾക്ക് സിനോണിംസ്, ആന്റോണിംസ്, അതുപോലെ തന്നെ മറ്റ് ഫ്രേസൽ വേർബ്സ് ആൻഡ് ഇഡിയംസിൻ്റെ ഒരു വീക്ക്ലി നമുക്കൊരു ക്വിസ് നടത്തി പോകാം. അപ്പോൾ ഇനി മുതൽ എന്നും സാറ്റർഡേ 9 to 10 നമ്മൾ എഡിറ്റോറിയൽ വൊക്കാബ് ക്വിസ് നടത്തുന്നതായിരിക്കും. ഓക്കെ, വീക്ക്ലി ബേസിസിൽ. സോ വെൽക്കം ടു അവർ സെഷൻ അഗൈൻ. അപ്പോൾ നമുക്ക് 17% ഡിസ്കൗണ്ട് ഉണ്ട് നമ്മുടെ എല്ലാ കോഴ്സുകൾക്കും. അപ്പോൾ നമ്മുടെ കോഴ്സുകൾ അറിയാം, നമ്മുടെ സ്റ്റാർട്ട് ചെയ്ത കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഹൈക്കോർട്ട് അസിസ്റ്റന്റിൻ്റെ സെലക്ഷൻ ബാച്ച് 31-ാം തീയതി വരുന്നുണ്ട്. കൂടാതെ ESICയുടെ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഇന്ന് സൂം ഇവൻ്റ് ഉണ്ട്, നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം സൂം ഇവൻ്റിൽ ഈവനിങ്ങിൽ. ഡിഗ്രി പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാംസ് ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ലോങ് കോഴ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. 10th ലെവലിൻ്റെ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി VFA, ബെവറേജ് LD, മുനിസിപ്പൽ കോമൺസ് LD പോലെയുള്ള 10ാം തര പരീക്ഷ തസ്തികയിന് വേണ്ടിയിട്ടുള്ള എക്സാമിന് വേണ്ടിയിട്ട് ജനുവരി 10-ാം തീയതി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. 3ാമത്തെ ബാച്ചാണിത്. VFAയുടെ 2 ബാച്ചുണ്ട്. കൂടാതെ ഇത് ബെവറേജ്. ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കോഡ് ഉപയോഗിച്ചാൽ മതി, Y314 എന്ന കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും, 17% ഡിസ്കൗണ്ട്. ഓക്കെ, യെസ്, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് എ കോട്ട്. ഇന്നത്തെ കോട്ട് ഇതാണ്: ഇഫ് ദേ സേ ഇറ്റ് ഇസ് ഇംപോസിബിൾ, it's impossible for them, not for you. ആരെങ്കിലും നിങ്ങളോട് പറയാണ്, എടാ അത് നടക്കില്ല, കാര്യം നടക്കില്ല, ഇറ്റ് ഇസ് ഇംപോസിബിൾ, അസംഭവ്യമാണെന്ന് ആരെങ്കിലും പറഞ്ഞ് ഓർത്താൽ മതി. ഇറ്റ്സ് ഫോർ ദം, അവർക്കാണത് ഇംപോസിബിൾ, നോട്ട് ഫോർ യു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലാണല്ലേ, നമുക്കറിയത്തില്ല നമുക്ക് എങ്ങനെയാണ്, മറ്റുള്ളവർക്ക് ഉള്ള പോലെ വിചാരിക്കുന്ന പോലെയാണോ നമുക്ക് എന്ന് നമുക്കറിയില്ല. സോ ഗോ ഫോർ ഇറ്റ്, ട്രൈ ഇറ്റ് ആൻഡ് ദെൻ അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാവും എന്നെക്കൊണ്ട് പറ്റുമോ, എന്നെക്കൊണ്ട് സാധിക്കുമോ. അല്ലാതെ ഇത് പറ്റില്ല, അസാധ്യമാണെന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞൊന്ന് ഓർത്താൽ മതി. ഇറ്റ്സ് ഫോർ ദം, അവർക്ക് നോക്കിയിട്ട് അവർക്ക് പറ്റിയിട്ടില്ല എന്ന് വിചാരിച്ച് നിനക്ക് പറ്റില്ല എന്നില്ല, അതൊന്ന് ഓർത്ത് വെക്കുക. സോ മേക്ക് ഷുവർ ദറ്റ് യു ട്രൈ ഇറ്റ് ആൻഡ് ദെൻ യു ഡിസൈഡ്. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അപ്പോൾ ഇന്ന് ആ ഒരു ഉറപ്പോടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ്സ് ഗോ ടു അവർ ആർട്ടിക്കിൾ. അപ്പോൾ ഇന്നത്തെ ആർട്ടിക്കിളിലോട്ട് പോകാം. പ്രവീണ പറ്റും 100+ വൊക്കാബ് അന്നത്തെ വീഡിയോയുടെ താഴെ കിടപ്പുണ്ട്, അതൊന്ന് പോയി നോക്കാം. റൈസ് ആൻഡ് ഷൈൻ. യെസ്, ഗുഡ് മോർണിംഗ് എവരിവൺ, ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് 2 ആർട്ടിക്കിളാണ്. ഒന്ന് നമ്മുടെ സ്കൂൾ റീഓപ്പണിങ്ങിനെ പറ്റിയൊരു ആർട്ടിക്കിളുണ്ട് കേട്ടോ. കാരണം സ്കൂൾ ഇങ്ങനെ തുറക്കാതിരുന്ന, ബാക്കിയുള്ള ഇതെല്ലാം തുറക്കുന്നു, സ്കൂൾ തുറക്കാതിരുന്നാൽ, കോവിഡാണ്, ഒമിക്രോൺ ആണെന്ന് പറഞ്ഞ് സ്കൂളുകളൊക്കെ തുറക്കാതിരുന്നാൽ ശരിയാവുമോ എന്നുള്ളത്. കാരണം കുട്ടികളോട് സ്പ്രെഡ് വരുന്നു, അങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ UK ബേസ്ഡ് ചെയ്തിട്ട് UK സ്കൂളുകൾ തുറന്നിരുന്നു, യൂറപ്പിലൊക്കെ സ്കൂളുകൾ തുറന്നിരുന്നു. അപ്പോൾ യൂറോപ്യൻ കൺട്രീസിൽ സ്കൂളുകൾ തുറന്നിട്ട് പ്രത്യേകിച്ച് സ്പ്രെഡിൻ്റെ ലെവൽ കൂടിയിട്ടൊന്നുമില്ല. അപ്പോൾ അതാണ് സ്റ്റഡീസ് കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മാസ്കുകൾ നിർബന്ധമാക്കുക. അതിനുശേഷം കുട്ടികളിൽ വാക്സിനേഷൻ കംപ്ലീറ്റ് ആയിട്ട് എത്തിക്കുക എന്നുള്ളൊരു ഇമ്പാരറ്റീവ് എടുത്തിട്ടേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെപ്പറ്റിയൊക്കെയാണ് ഇന്നത്തെ ഒരു ആർട്ടിക്കിൾ. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. റീഡിങ് കോംപ്രിഹെൻഷനൊക്കെ നമ്മൾ അങ്ങനെ ഒരു ആർട്ടിക്കിൾ വന്നാൽ യു ഹാവ് ടു ഗോ ഫോർ ഇറ്റ്. അത് പക്ഷേ ഇന്ന് നമുക്ക് വേറെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ലോകായുക്ത ബില്ലിനെ പറ്റി, ആ ആക്ടിനെ പറ്റി ആണ് നമ്മൾ ഇന്നത്തെ ആ ലോ പാസ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ആയിട്ട് ഒരു ആർട്ടിക്കിൾ എന്നുണ്ട്. സോ ലെറ്റ്സ് ഗിവ് ഇറ്റ് എ റീഡ് കേട്ടോ. അതിന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വായിക്കാം. ഇന്ന് ഒരുപാട് ഫ്രേസസ്, ഇഡിയംസ് ആൻഡ് സിനോണിംസ് ഒക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ഫോർ ദ ഫസ്റ്റ് വൺ. അപ്പം ആദ്യത്തെ ഇഡിയം അല്ലെങ്കിൽ ആദ്യത്തെ 1 വേർഡ് പിടിച്ചു, നെപ്പട്ടിസം. എന്താണ് നെപ്പട്ടിസം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ് നെപ്പട്ടിസം എന്ന് പറഞ്ഞാൽ.
നെപ്പോട്ടിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു അൺഫെയർ പ്രാക്ടീസ് ആണ് ബൈ എ പവർഫുൾ പേഴ്സൺ ഓഫ് ഗിവിംഗ് ജോബ്സ് ആൻഡ് അതർ ഫേവേഴ്സ് ടു റിലേറ്റീവ്സ്. ഫാമിലിയിലുള്ളവർക്ക്, എനിക്കും എൻ്റെ മരുമക്കൾക്കും എൻ്റെ അനിയത്തിക്കും എൻ്റെ വീട്ടുകാർക്കും എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പരിപാടിയുണ്ട്. നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകിച്ചുള്ള ഒരു പരിപാടിയാണ്. എസ്പെഷ്യലി പൊളിറ്റീഷ്യൻസിനെ പറ്റി, പവർഫുൾ പേഴ്സണിനെ ആലോചിച്ചാൽ അവർക്ക് അവരുടെ ഫാമിലി മെമ്പേഴ്സ്, അവരുടെ റിലേറ്റീവ്സിന് ഫേവേഴ്സ് കൊടുക്കുക, ജോലി കൊടുക്കുക എന്നുള്ള പരിപാടി. ഇത് കേരളത്തിൽ വളരെ സർവ്വസഹജമായി നടക്കുന്ന ഒരു കാര്യമാണ്. സോ ദാറ്റ്സ് നെപ്പറ്റിസം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇറ്റ്സ് വൺ വേർഡ്, നെപ്പറ്റിസം. അൺഫെയർ പ്രാക്ടീസ് ബൈ എ പവർഫുൾ പേഴ്സൺ ഓഫ് ഗിവിംഗ് ജോബ്സ് ആൻഡ് അതർ ഫേവേഴ്സ് ടു റിലേറ്റീവ്സ്. ഓർത്താൽ മതി, അതിന് നമ്മൾ വിളിക്കുന്ന ഒരു വൺ വേർഡാണ്, ഒറ്റ വാക്കാണ് നെപ്പറ്റിസം. നെപ്പറ്റിസം എന്ന് പറഞ്ഞാലാണ് ഈ പറയുന്ന, അല്ലേ, എനിക്കും എൻ്റെ വീട്ടുകാർക്കും എന്നുള്ള അർത്ഥമില്ല. എനിക്കും എൻ്റെ വീട്ടുകാർക്കൊക്കെ ഞാൻ പൊതുസേവനം ചെയ്യുന്ന ഒരാളാണ് എന്ന് പറയാറില്ലേ. സോ ദാറ്റ് ഈസ് നെപ്പറ്റിസം. ഓക്കെ, ക്ലിയർ? യാ, ലെറ്റ്സ് സ്റ്റാർട്ട്. ലെറ്റ്സ് റിസ്യൂം. അടുത്തത് അമൗണ്ട് ടു സംതിങ്. അമൗണ്ട് ടു സംതിങ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എന്നൊരു അർത്ഥമുണ്ട്. ഞാൻ നാളെ പറഞ്ഞിരുന്നു, നമ്മൾ നാളെ ഡിസ്കസ് ചെയ്ത വാക്ക് തന്നെയാണ്. പക്ഷേ അല്ലാതെ അമൗണ്ട് ടു സംതിങ് എന്ന് പറഞ്ഞാൽ വേറൊരു മീനിങ് ഉണ്ട്, ടു ബി ദ സെയിം ആസ് സംതിങ്. മറ്റേതുപോലെ തന്നെ അതിന് ഈക്വൽ ആണിത്. ഇറ്റ്സ് ഈക്വൽ ടു ദാറ്റ് എന്നൊരർത്ഥമാണ്. എമൗണ്ട് ടു സംതിങ് എന്ന് പറഞ്ഞാൽ സെയിം, ബി ദ സെയിം ആസ് സംതിങ്, അല്ലെങ്കിൽ ഈക്വൽ ടു. നിനക്കൊരു സഹായം ചെയ്യാന്ന് പറയുന്നതിന് ഭേദം ഞാൻ പോയിട്ട് ആത്മഹത്യ ചെയ്യുന്ന എന്നൊക്കെ ഫ്രണ്ട്സ് പറയാലോ, ഫ്രണ്ട്സ് മുമ്പ് പറയാലോ. നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നതിന് ഭേദം ഈക്വൽ ടു, ഇറ്റ്സ് അമൗണ്ട് ടു സംതിങ് എന്നർത്ഥം. ഈക്വൽ ടു, അതാണ് കേട്ടോ അർത്ഥം. ഈക്വൽ ആണ്, അതിന്റെ ഈക്വലന്റ് ആണെന്ന് പറയുന്നത്. അടുത്താണ് പേവ് ദ വേ ഫോർ സംതിങ്. ഇത് നമ്മൾ അമൗണ്ട് ടു സംതിങ്ങും പേവ് ദ വേ ഫോർ സംതിങ് നമ്മൾ ഇന്നാൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള. സോ ഐ വിൽ ജസ്റ്റ് മേക്ക് ഇറ്റ് ക്വിക്ക്. മേക്ക് ഇറ്റ് ഈസിയർ ഫോർ സംതിങ് ഓർ മേക്ക് ഇറ്റ് പോസിബിൾ. അത് പോസിബിൾ ആക്കുക, സാധ്യമാക്കുക, അല്ലെങ്കിൽ എളുപ്പമാക്കുക, ഒരു കാര്യം എളുപ്പമാക്കുക. അതിനെയാണ് പേവ് ദ വേ ഫോർ സംതിങ് എന്ന് പറയാം. ഓക്കെ, അതിന് കാരണമാകുക എന്നൊക്കെ പറയില്ലേ, ആ ഒരർത്ഥം. കാരണം ഇത് കാരണമാണ് നടന്നത് എന്നൊക്കെ പറയില്ലേ. മേക്ക് ഇറ്റ് ഈസിയർ ഫോർ സംതിങ്, അല്ലെങ്കിൽ മേക്ക് ഇറ്റ് പോസിബിൾ ഫോർ സംതിങ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, യാ, ഗുഡ് മോർണിംഗ്. അടുത്തത് സ്ട്രൈക്ക് ഡൗൺ. സ്ട്രൈക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി സ്ട്രൈക്ക് ഡൗൺ ഉപയോഗിക്കുന്നത് ലോ അല്ലെങ്കിൽ എന്താ പറയുക, ലീഗൽ ടേമിലാണ് കേട്ടോ സ്ട്രൈക്ക് ഡൗൺ പറയാം കേട്ടോ. സ്ട്രൈക്ക് ഡൗൺ എന്ന വേർബിന്റെ, ഫ്രേസൽ വേർബിന്റെ മീനിങ് ഇതാണ്. അനൽ അല്ലെങ്കിൽ നളിഫൈ. അനൽ ചെയ്യാന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യുക, അല്ലേ, ക്യാൻസൽ അല്ലെങ്കിൽ അസാധുവാക്കുക. നള്ളിഫൈ ചെയ്യുന്ന പറഞ്ഞാൽ അസാധുവാക്കുക എന്നല്ലേ. സോ അനൽ ചെയ്യുക ഓർ നള്ളിഫൈ, ദാറ്റ് സ്ട്രൈക്ക് ഡൗൺ എന്ന് പറയാം. പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ സ്ട്രക്ക് ഡൗൺ വരും കേട്ടോ. അടുത്തത് ഡിസ്പോസ് ഓഫ് സംതിങ്. ഡിസ്പോസ് ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ ഡിസ്പോസിന്റെ കൂടെ ഓഫ് എന്ന പ്രപ്പോസിഷൻ വരും. എപ്പോഴും ഇല്ല, ചിലപ്പോൾ ഡിസ്പോസിന്റെ കൂടെ ഓഫ് വരാറുണ്ട്. അപ്പോൾ ഡിസ്പോസ് ഓഫ് സംതിങ് ഇസ് എ ഫ്രേസ് കേട്ടോ. ആ ഫ്രേസിന്റെ മീനിങ് ഇതാണ്, ഗെറ്റ് റിഡ് ഓഫ് സംതിങ് അല്ലെങ്കിൽ ഡീൽ വിത്ത് സംതിങ്. എന്തൊരു കാര്യം ഡീൽ ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കുക, ഗെറ്റ് റിഡ് ഓഫ്, അത് ഒഴിവാക്കുക. അതിനെയാണ് ഡിസ്പോസ് ഓഫ് സംതിങ് എന്ന് പറയാം. അപ്പോൾ ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഡിസ്പോസ് ഡാഷ് ദ കാർ അങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നാലും എനിക്കൊന്ന് ഫിക്സഡ് പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞു തന്നിരുന്നു, ഡിസ്പോസ് ഓഫ് സംതിങ് എന്ന് പറഞ്ഞ യൂസേജ്. ദാറ്റ് ഈസ് ഡിസ്പോസ് ഓഫ് സംതിങ്. നമ്മൾ പഠിച്ച വേർഡ്സ് വർത്ത് സീരീസിൽ, ടാക്ടിക് സീരീസിൽ ഫിക്സഡ് പ്രൊപ്പോസിഷൻസിൽ സെക്കൻഡ് വീഡിയോയിൽ പാർട്ട് 2 നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, ഡിസ്പോസ് ഓഫ് ഡിസ്കസ് ചെയ്തിരുന്നു. അടുത്തത് കം ടു പാസ്. ഫ്രേസ് ആണ് കം ടു പാസ് എന്ന് പറഞ്ഞാൽ ഹാപ്പൻ ഓർ ഒക്കർ. ഇറ്റ് വിൽ കം ടു പാസ്, ഇറ്റ് കെയിം ടു പാസ് എന്ന് കേട്ടിട്ടുണ്ടാവുമായിരിക്കും. യൂസേജ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ബട്ട് അതൊരു ഫ്രേസ് ആണ്. കം ടു പാസ് എന്ന് പറഞ്ഞാൽ ഹാപ്പൻ ഓർ ഒക്കർ, സാധിക്കും, എന്താ നടക്കുക, ഹാപ്പൻ ചെയ്യാം. ഓക്കെ, അതാണ് കേട്ടോ. യാ, പേവ് ഓഫ് സംതിങ്, വഴിയൊരുക്കുക, അത് തന്നെ. അടുത്താണ് സ്റ്റേവ് ഓഫ്. സ്റ്റേവ് ഓഫ് എന്ന് പറഞ്ഞാൽ അവോയ്ഡ്, പ്രിവെന്റ്, ഡിലേ അങ്ങനെയൊക്കെ നമുക്ക് അർത്ഥമുണ്ട്. അവോയ്ഡ് ചെയ്യാം, പ്രിവെന്റ് ചെയ്യാം, ഒരു കാര്യം ഡിലേ ചെയ്യാം, അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് സ്റ്റേവ് ഓഫ് എന്ന് പറയുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ സ്റ്റേവ് ഓഫ്, ഇൻ ഓർഡർ ടു സ്റ്റേവ് ഓഫ് ഡേഞ്ചർ എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം ഇതാണ്, ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്നൊരർത്ഥത്തിലാണ് കേട്ടോ. ഓർത്തോ. അപ്പോൾ ഇന്ന് നമുക്ക് 7 ഫ്രേസ്, വൺ വേർഡ് അങ്ങനെ എല്ലാം കൂടെ ഉണ്ട്, ഇഡിയം ഒക്കെ കൂടെ ഉണ്ട്. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചോളാം. ആദ്യം നമ്മുടെ നെപ്പറ്റിസം, അതായത് അൺഫെയർ പ്രാക്ടീസ്, പൊളിറ്റീഷ്യൻസും പവർഫുൾ പേഴ്സൺസും റിലേറ്റീവ്സിന് ഫേവറിറ്റിസം, അതിനെയാണ് നെപ്പോട്ടിസം എന്ന് പറയാം. അടുത്തത് അമൗണ്ട് ടു സംതിങ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ആണ്, സെയിം ആസ് സംതിങ് ആണ്. മൂന്നാമത്തത് പേവ് ദ വേ ഫോർ സംതിങ്, കാരണമാകെ പറഞ്ഞല്ലോ, മേക്ക് ഇറ്റ് പോസിബിൾ ഓർ മേക്ക് ഇറ്റ് ഈസിയർ. അടുത്തത് സ്ട്രൈക്ക് ഡൗൺ, അനൽ ചെയ്യുക, നളിഫൈ ചെയ്യാം. ഡിസ്പോസ് ഓഫ് എന്ന് പറഞ്ഞാൽ ഗെറ്റ് റിഡ് ഓഫ് സംതിങ്, ഡീൽ വിത്ത് സംതിങ്. കം ടു പാസ്, ഹാപ്പൻ ഓർ ഒക്കർ. സ്റ്റേവ് ഓഫ് എന്ന് പറഞ്ഞാൽ അവോയ്ഡ് അല്ലെങ്കിൽ പ്രിവെന്റ്. ക്ലിയർ? പെട്ടെന്ന് നമുക്ക് അടുത്തോട്ട് പോയാലോ. ലെറ്റ്സ് ഗോ ടു ദ സിനോണിംസ്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഇഡിയംസ്, ഫ്രേസസ്, വൺ വേർഡ് എല്ലാം കൂടെ ഉള്ളത് കേട്ടോ. നമുക്ക് നേരെ പോകാം നമ്മുടെ സിനോണിംസിലോട്ട്. ഫസ്റ്റ് വൺ ഇതാണ്, ഡൈല്യൂട്ട്.
നിങ്ങൾക്കറിയാം ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഡൈല്യൂട്ട് സൾഫ്യൂറിക് ആസിഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഡൈല്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ മെഡിസിൻ ഒക്കെ ഡൈല്യൂട്ട് ചെയ്ത് കഴിക്കണം എന്നൊക്കെ പറയും. എന്തിന്? ആൽക്കഹോളൊക്കെ ഡൈല്യൂട്ട് ചെയ്ത് കഴിക്കണം എന്ന് പറയാറുണ്ട് അല്ലേ? വെള്ളം ഒഴിക്കണം, ഡ്രൈ ആയിട്ട് കഴിക്കണം എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ പറയാറുണ്ട് അല്ലേ, ഡ്രിങ്ക്സ് ഒക്കെ ഡൈല്യൂട്ട് ചെയ്യാൻ പറയും. സോ വാട്ട് ഈസ് ഡൈല്യൂട്ട്? വേർബായിട്ടും അഡ്ജക്റ്റീവായിട്ടും നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്നൊരു യൂസേജ് ആണ്. ഡൈല്യൂട്ട് എന്ന് പറഞ്ഞാൽ വീക്കൻ ചെയ്യുക, കുറയ്ക്കൻ്റെ വീര്യം കുറയ്ക്കുക, മിക്സ് ചെയ്യുക, എന്തെങ്കിലുമായിട്ട് മിക്സ് ചെയ്യുക. ഡോക്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓൾട്ടർ ചെയ്യുക, അതിൻ്റെ കണ്ടന്റ് ഓൾട്ടർ ചെയ്യുക. അതിനെയാണ് ഡോക്ടർ എന്ന വേർബിന് ശുശ്രൂഷിക്കുക എന്നൊരു അർത്ഥമുണ്ടേ. ഡോക്ടേഴ്സ് എന്താ ചെയ്യുക? ശുശ്രൂഷിക്കുകയല്ലേ ചെയ്യുന്നത്. ടേക്ക് കെയർ ഓഫ് സംവൺ, ടേക്ക് കെയർ ഇൻ ദ സെൻസ് മനസ്സിലായി, ശുശ്രൂഷിക്കുക എന്നർത്ഥം. അല്ലെങ്കിൽ ഓൾട്ടർ ദ കണ്ടന്റ് എന്നൊരു അർത്ഥമുണ്ട്. അതിൻ്റെ കണ്ടന്റ് ഇല്ലേ, കണ്ടൻസ് ഇല്ലേ, അതിൻ്റെ ഉള്ളിലുള്ള സാധനം, ആ കണ്ടൻസിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഡോക്ടർ ചെയ്യുക, ഓൾട്ടർ ചെയ്യുക. അതിനെയാണ് ഡോക്ടർ എന്ന മീനിങ്. അല്ലെങ്കിൽ അഡൾട്രേറ്റ് ചെയ്യുക അല്ലേ, അതിൽ എന്തെങ്കിലും ഒരു കാര്യം കൂടി ചേർത്ത്. യെസ്. അടുത്തത് അല്ലാതെ കട്ട് ചെയ്യാന്നൊരു അർത്ഥമുണ്ട് അല്ലേ, ഡൈല്യൂട്ട് ചെയ്യുക, കട്ട് ചെയ്യാന്നൊരു അർത്ഥമുണ്ട്. ഡൈല്യൂട്ട് ചെയ്യുക, എന്തെങ്കിലും ഒരു കാര്യം ഡൈല്യൂട്ട് ചെയ്യുന്ന പറഞ്ഞാൽ കട്ട് ചെയ്യാന്നൊരു അർത്ഥം കൂടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് മീനിങ് ഉണ്ട്, ഓർത്ത് വെച്ചോണം. ആൻഡ് ഡൈല്യൂട്ട് ഒബ്വിയസ്ലി അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കും, വീക്ക് എന്നർത്ഥം അല്ലേ, വീക്കാണ്. ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അത് ഇറ്റ്സ് നോട്ട് കോൺസെൻട്രേറ്റഡ്, ഇറ്റ്സ് വീക്ക് ഫോം ആണെന്ന് അർത്ഥം. ദാറ്റ്സ് ഇറ്റ്. സ്ട്രോങ് അല്ല, വീക്ക് ഫോം ആണ്. ദാറ്റ്സ് ഇറ്റ് ഡൈല്യൂട്ട് കേട്ടോ, അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുമ്പോൾ. അടുത്ത വാക്ക് ഹേസ്റ്റി. ഞാൻ ഇന്നാൾ നിങ്ങളോട് പറഞ്ഞു, ഹേസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പീഡ്, ധൃതിയിൽ ഉള്ള നൗണാണ് കേട്ടോ ഹേസ്റ്റ്. ഹേസ്റ്റി എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവാണ്. ഓർമ്മ ഉണ്ടായിരിക്കും, നമ്മൾ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിലാണെന്ന് തോന്നുന്നു, ഈ ആഴ്ച തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്താൽ ഹേസ്റ്റ് എന്ന് പറഞ്ഞാൽ ധൃതി എന്ന് പറഞ്ഞു അല്ലേ. ഹേസ്റ്റ് നൗണാണ്, ഹേസ്റ്റി ഈസ് അഡ്ജക്റ്റീവ്. ഹേസ്റ്റി മീൻസ് ക്വിക്ക്, ഹറീഡ്, പെട്ടെന്ന്, ഫാസ്റ്റ്, അല്ലെങ്കിൽ സ്വിഫ്റ്റ്, റാപ്പിഡ്, സ്പീഡി എന്നൊക്കെ അർത്ഥം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, കേട്ട് പരിചയമുണ്ട്, വളരെ കോമൺ ആയ വാക്ക്. അടുത്തത് സൈറ്റ്. സൈറ്റ് നിങ്ങൾക്ക് അറിയാം. ഈ സൈറ്റ് പറയുമ്പോൾ ഞാൻ എപ്പോഴും നിങ്ങൾ പറയാറുണ്ട്, ഈ സൈറ്റ് കൂടെ ഓർമ്മ വേണം. SIGHT സൈറ്റ് എന്ന നൗണ്. ആൻഡ് വേറൊരു സൈറ്റ് കൂടെ ഉണ്ടല്ലോ നമുക്ക്, SITE സൈറ്റ് ഉണ്ടല്ലേ, SITE സൈറ്റ്. ലൊക്കേഷൻ എന്ന സൈറ്റ് ഉണ്ട്. SIGHT സൈറ്റ് എന്ന് പറഞ്ഞാൽ വിഷൻ, കാഴ്ച, സൈറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 3 സൈറ്റ് നമുക്ക് ഓർമ്മ വെക്കണം സൈറ്റ് പറയുമ്പോൾ. ഈ സൈറ്റ് ഇസ് എ വേർബ്, ദാറ്റ് മീൻസ് കോട്ട് ചെയ്യുക, റിപ്രൊഡ്യൂസ് ചെയ്യുക, മെൻഷൻ ഓർ അടുത്തത് കമൻറ്റ് ഓർ പ്രേസ്. 2 അർത്ഥമുണ്ട്. ഒന്ന് നമ്മൾ കോട്ട് ചെയ്യുക, മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ റിപ്രൊഡ്യൂസ് ചെയ്യുക, അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയില്ല അത്. അല്ലെങ്കിൽ സൈറ്റ് എന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യില്ല നമ്മൾ, ഒരാളെ പറ്റി കമൻറ്റ് ചെയ്യുക, നല്ലത് പറയില്ലേ അത്. അല്ലെങ്കിൽ പ്രേസ് ചെയ്യാണ്, നല്ല വാക്ക് പറയുന്നതിനെയാണ് പറയാം സൈറ്റ് എന്ന വാക്ക്. ഓൾ റൈറ്റ്, ഓർത്ത്. അതായത് കോംപ്ലിമെൻറ്റ് ചെയ്യുക എന്നൊരർത്ഥം. കോംപ്ലിമെൻറ്റ്, PLIMENT, കോംപ്ലിമെൻറ്റ്. അടുത്ത വെക്കേറ്റ്. വെക്കേറ്റ് ചെയ്യുക അറിയാലോ, റൂം വെക്കേറ്റ് ചെയ്യുക അല്ലെ, ഹോട്ടൽ റൂം വെക്കേറ്റ് ചെയ്യുക, ഹോസ്റ്റൽ റൂം വെക്കേറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് വെക്കേറ്റ്. വെക്കേറ്റ് മീൻസ് ലീവ് ചെയ്യുക, ഗെറ്റ് ഔട്ട് ഓഫ്, അല്ലെങ്കിൽ ഇവാക്യുവേറ്റ്, ക്വിറ്റ് എന്നൊക്കെ അർത്ഥമുണ്ട്. പക്ഷേ വെക്കേറ്റ് എന്ന ലീഗൽ ടേമിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന് വേറെ മീനിങ് ആണ്. നമുക്ക് നോർമലി നമ്മളൊരു കാഷ്വൽ യൂസേജിലൊക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കും വെക്കേറ്റ് എന്ന് പറഞ്ഞാൽ ലീവ് ചെയ്യുക, ഗെറ്റ് ഔട്ട് ഓഫ്, ഇവാക്യുവേറ്റ് എന്നൊക്കെ അർത്ഥമാണ്, ക്വിറ്റ് ചെയ്യുക എന്നൊക്കെ. പക്ഷേ ലീഗൽ ടേമിൽ പറയുമ്പോൾ വെക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അനൽ ചെയ്യുക അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുക എന്നൊരർത്ഥമാണ്. അനൽ ചെയ്യുക അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുക. ഇഫ് യു ആർ വെക്കേറ്റിംഗ് എ ബിൽ, വെക്കേറ്റിംഗ് എ റൂളിംഗ്, ഒരു നിയമ നടപടി അല്ലെങ്കിൽ ഒരു ഡിസിഷൻ, റൂളിംഗ് എന്നോ ഡിസിഷൻ, അല്ലെങ്കിൽ ലോ ഓർ ആൻ ആക്ട് എന്നൊക്കെ പറഞ്ഞാൽ ദാറ്റ് ഇസ്, ഇഫ് യു ആർ വെക്കേറ്റിംഗ് ദാറ്റ് മീൻസ് യു ആർ ക്യാൻസലിംഗ് ഇറ്റ്, യു ആർ അനലിംഗ് ഇറ്റ്, ദാറ്റ്സ് ഇറ്റ് കേട്ടോ. അതാണ് വെക്കേറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം. അടുത്തത് അലിഗേഷൻ. അലജ് എന്ന് പറഞ്ഞതിൻ്റെ നൗണാണ് അലിഗേഷൻ. നമുക്കറിയാം, നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന വാക്കാണ് ക്ലെയിം, അസേർഷൻ, ഡിക്ലറേഷൻ ഓർ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ക്ലിയർ? ഡിസ്പോസ് ഓഫ് ആണ് കേട്ടോ എപ്പോഴും. ശ്രീലക്ഷ്മി, ഈ ഡിസ്പോസ് ഓഫ് എപ്പോഴും വരുന്നതാണ്. ഡിസ്പോസ് ഓഫ് എന്ന് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോൾ ഇനി എക്സാമിൻ്റെ കൂടെ തന്നെ വരാറുണ്ട് ഡിസ്പോസ് ഓഫ് എന്ന്, OFF വരാറുണ്ട് അല്ലേ, OFF വരാറുണ്ട്. എന്നിട്ട് അതാണോ കറക്റ്റ് മീനിങ് എന്ന് ചോദിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഡിസ്പോസ് ഓഫ് എന്ന് ഉള്ള യൂസേജ് ഇല്ല കേട്ടോ, അത് ഓർത്ത് വെച്ചോണേ. മറ്റേ ഞാനിപ്പോൾ പറഞ്ഞ ഡിസ്പോസ് ഇല്ലേ, അതിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ. ഇവിടെ തെറ്റായ യൂസേജ് വരാറുണ്ട്. ഡിസ്പോസ് എന്ന് പറയുമ്പോൾ ഈ ഡിസ്പോസ് അതിൻ്റെ കൂടെ ബ്രാക്കറ്റില്ല, ഐ മീൻ ഇതിൻ്റെ കൂടെ വരും, എന്താണ്, ഓപ്ഷൻസിൽ വരാറുണ്ട്. ഇങ്ങനൊരു യൂസേജ് ഇല്ല. എല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചോണേ. ഡിസ്പോസ് OFF ഇല്ല, ഡിസ്പോസ് ഓഫേ ഉള്ളൂ. OFF യൂസേജ് തെറ്റാണ് കേട്ടോ, ഇൻകറക്റ്റ് യൂസേജ് ആണ്. പക്ഷേ ഡിസ്പോസ് എന്ന വാക്കുണ്ട്. ഡിസ്പോസ്, വെറുതെ ഡിസ്പോസ് എന്ന വാക്കുണ്ട്, ഈ ഓഫ് ഇല്ലാതെ യൂസ് ചെയ്യാറുണ്ട് ഡിസ്പോസ്. പക്ഷേ ഈ ഡിസ്പോസ് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗെറ്റ് റിഡ് ഓഫ് എന്ന അർത്ഥമാണ്, ഒഴിവാക്കുക എന്നുള്ള അർത്ഥമാണ്. അല്ലെങ്കിൽ ഡീൽ ചെയ്യുക, യു ആർ ഡീലിംഗ് വിത്ത് സംതിങ്. ഓക്കെ, OFF ഇല്ലേ ഓർത്ത് വെച്ചോളാം. ഓക്കെ, അങ്ങനെ. അപ്പോൾ നമുക്ക് അടുത്ത സെൻറ്റൻസിലോട്ട് പോട്ടെ. യെസ് കട്ട് ആൻഡ് കട്ട് ഡൗൺ രണ്ടും രണ്ടാണ്.
കട്ടും കട്ട് ഡൗൺ രണ്ടാണ്. ഫ്രേസൽ വേർബ് വരുമ്പോൾ അതിൻ്റെ മീനിങ് മാറി കേട്ടോ. കാര്യം എന്താ വെച്ചാൽ ഫ്രേസൽ വേർബ് വരുമ്പോൾ പല മീനിങ് ഉണ്ട്. ഞാൻ ഇന്നാൾ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു ഫ്രേസൽ വേർബ് ഒരു മിനിമം 4 മീനിങ് എങ്കിലും ഉണ്ടാവും. മിനിമം 4 മീനിങ് എങ്കിലും ഉണ്ടാവും. അതുകൊണ്ട് ഡിഫറെൻ്റ് ആണ് കേട്ടോ. അത് ഓർത്ത് വെച്ചോളൂ. അത് അക്കോർഡിംഗ്ലി മാറും, സിറ്റുവേഷൻ അക്കോർഡിംഗ്ലി മാറും. അതാണ് ഫ്രേസൽ വേർബ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ പറഞ്ഞിട്ടുള്ളത് നിങ്ങളോട്. ഇത് ഇൻഡയറക്റ്റ് യൂസേജ് ആണ്. നമ്മളത് ഉപയോഗിക്കുമ്പോൾ അതേ മീനിങ് ആയിട്ട് വരില്ല. അതുകൊണ്ടാണ് അത് ഫോർമൽ റൈറ്റിംഗിൽ ഫ്രേസൽ വേർബുകൾ, ഇഡിയംസ്, ഫ്രേസസ് ഒന്നും നമ്മൾ ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്. ഡൈല്യൂട്ടിങ് ദറ്റ് പ്രോബ്ലം ഈസ് എ കമ്പേഴ്സം വാട്ട്. കമ്പേഴ്സം എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് അല്ലേ, ഇന്നലെ നമ്മൾ പഠിച്ചില്ലേ. ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞു. ഡിഫിക്കൽട്ട് ടാസ്ക് കൊടുക്കുക പ്രവീണ. ഡൈല്യൂട്ടിങ് ദറ്റ് പ്രോബ്ലം ഈസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. ഓക്കെ. You may have permission to keep the diluted assets in the lab. Okay. Star rating for the startup programs is to improve the pace of processing of the papers and not to dilute the environmental impacts. Okay. അവിടെ പേപ്പേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് എന്ന അർത്ഥമല്ലേ. പേപ്പേഴ്സ് എന്ന് പറയുന്ന ആകെ അതിൻ്റെ മീനിങ് ആണ് കേട്ടോ. പേപ്പർ എന്ന് പറയുന്ന അൺകൗണ്ടബിൾ നൗൺ ആണ്. ബട്ട് പേപ്പേഴ്സ് ഉണ്ട് പ്ലൂറൽ നൗൺ ആണ്. ദാറ്റ് മീൻസ് ഡോക്യുമെന്റ്സ്, സർട്ടിഫിക്കറ്റ്സ്. അതല്ല ഉദ്ദേശിച്ചത്. Vacation. Okay, yeah. The army vacated the natives from the war field. Yes. I'm vacating this. Please keep all the bills ready. Okay. And cancelling this ആണോ ഉദ്ദേശിക്കുന്നത്? അതോ റൂളായിട്ട് നിയമം ഒന്നും അങ്ങനെയല്ലോ കൊടുത്തേക്കുന്നത്? ലീവ് ചെയ്യാണെന്നല്ലേ പറയുന്നത്. അപ്പോൾ ഐ എം വെക്കേറ്റിംഗ് ദിസ് ഒരു കോമ ഇട്ട് കൊടുത്തേ ശരത്തെ, അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ട് അടുത്ത സെൻറ്റൻസ് ആയിട്ട് കൊടുക്കുക. പ്ലീസ് കീപ് ദിസ്. ബിഹേവിയർ ഓഫ് രാജു ടുവേർഡ്സ് ഹിസ് മദർ ഡെല്യൂട്ടഡ് ദ മൈൻഡ് ഓഫ് ഹിസ് ഫാദർ. ഓക്കെ. അവിടെ എന്ന് പറഞ്ഞാൽ വീക്കെൻഡ് ആണോ ഉദ്ദേശിക്കുന്നത്? ഓക്കെ. ഹേസ്റ്റി ജഡ്ജ്മെന്റ് ദ കേസ് diluted it to a great extent. Okay. Disposal of waste. Yeah. Union government upholds hasty testing of corona variant mandatory for immediate tackling. Union government upholds hasty testing for coronavirus variant. അങ്ങനെയല്ല വരണ്ട. അപ്പോൾ അതിലൊരു ചെറിയൊരു വ്യത്യാസമുണ്ട്. യൂണിയൻ ഗവൺമെൻറ് അപ്ഹോൾഡ്സ് ദാറ്റ് ഹേസ്റ്റി ടെസ്റ്റിംഗ് ഫോർ കൊറോണ വൈറസ് ഇസ് മാൻഡേറ്ററി ഫോർ ഇമ്മീഡിയറ്റ് ടാക്ലിംഗ്. അങ്ങനെ കൊടുക്കുക കേട്ടോ. അവിടെ ഒരു ദാറ്റ് വേണം അപ്ഹോൾഡ്സ് കഴിഞ്ഞിട്ട് കേട്ടോ സൗമ്യ. അല്ലെങ്കിൽ ഈസ് മാൻഡേറ്ററി എന്ന് പറയുന്ന ആ ക്ലോസ് അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈസ് മാൻഡേറ്ററി എന്ന ക്ലോസ് സൗമ്യ വേണമല്ലോ. അപ്പോൾ നമുക്കതൊന്ന് കൃത്യമാക്കി വരാം. ഓണറബിൾ ഹൈക്കോർട്ട് വെക്കേറ്റഡ് ദ ഇൻജങ്ഷൻ ടു ഓർഡർ. ഓക്കെ. ഓണറബിളുടെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം ഷീന. HONOURABLE. HONORABLE എന്ന് പറയുമ്പോൾ അത് അമേരിക്കൻ സ്പെല്ലിംഗാണ്. അവർക്ക് യു ഇല്ല. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ബിഹേവിയറിൻ്റെ കൂടെയൊക്കെ ഞാൻ പറഞ്ഞില്ല. അത് ഓണറിൻ്റെ കൂടെ എല്ലാത്തിലും അങ്ങനെയാണ്. ഫേവർ അതൊക്കെ. ആസ് എ സ്ട്രേഞ്ചർ അപ്രോച്ച് ഹർ while she was back from duty, she ran hastily to get rid of the impending danger. Okay. The GM cited to his colleagues that ദാറ്റിൻ്റെ കൂടെ പിന്നെ നോട്ട് ബി വരില്ല കേട്ടോ. GM cited to his colleagues not to be hasty. കേട്ടോ പ്രവീണ. അവിടെ ദാറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നോട്ട് വരില്ല. ദാറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്ത് വരണം? അടുത്തൊരു ക്ലോസ് വരണം. അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കുക. The GM cited to his colleagues, ദാറ്റ് കട്ട് ചെയ്യുക. നോട്ട് ടു ബി hasty in completing their work. അവരുടെ വർക്ക് പറയുമല്ലേ ചെയ്തേ. completing their work, but be cautious about its correctness. Okay. അതൊന്ന് ക്ലിയർ ആക്കിയത്. നോട്ട് ടു ബി ഹേസ്റ്റി ഇൻ കംപ്ലീറ്റിംഗ് ദെയർ വർക്ക്. അവരുടെ വർക്ക് പുള്ളി പറഞ്ഞതല്ലേ. അപ്പോൾ റിപ്പോർട്ട് ടൈപ്പ് ചെയ്ത്. A student was asked to vacate the hostel as she cited something wrong about hostel warden. Okay, mentioned. Okay. Yes. He diluted the chemicals for the experiment. In the view of the expected heavy storm, India has started to evacuate the area. Okay. The officer accused of corruption was asked to vacate his official residence as soon as possible. Okay. His hasty work made my day. Your talking feels me arrogant. Feels me arrogant പറയില്ല കേട്ടോ. Your talking makes me arrogant. അങ്ങനെ കൊടുക്കുക. Your talking makes me arrogant. Feels me പറയില്ല. Feels me arrogant എന്ന് പറയില്ല. Makes me. Causative verb അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നിന്റെ സംസാരം എന്നെ അറഗൻ്റ് ആക്കാനുള്ള കാരണമാകണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി കോസറ്റീവ് വേർബ്. ഫീൽ കോസറ്റീവ് വേർബ് അല്ല. അപ്പോൾ എന്ത് കൊടുക്കും? യു ആർ ടോക്കിംഗ് ഗിവ്സ് മീ ടെറർ, ഗിവ്സ് മീ അറഗൻസ്, അല്ലെങ്കിൽ മേക്സ് മീ അറഗൻറ്റ്. അത് കറക്റ്റ് കേട്ടോ. അങ്ങനെ കൊടുക്കണ്ടോ അശ്വതി? ഡൈല്യൂട്ടീവ് വേർഡ്സ്. യു ഹാവ് ആൻസർഡ് ഓൾ ദ ക്വസ്റ്റ്യൻ വിത്ത് യുവർ ഹേസ്റ്റി പ്രസൻസ്. ഓക്കെ. യെസ് എബില. യെസ്.
Mr. K.T. Jalil was ousted out from the post of Higher Education Minister on the grounds of alleged nepotism. On the grounds of കേട്ടോഫലെ he vacated അല്ലെങ്കിൽ he vacates the hostel room. കേട്ടോ സൂര്യ? Hasty and unthoughtful decision making is rather common in government corporations like KSRTC. Yes, അജാസ് ഓക്കെ ആയോ? ഇപ്പോൾ റെഡി ആണോ? കോവിഡ് ഒക്കെ പോയി സെറ്റ് ആയോ? How is your health? How are you feeling? How do you feel? Yes. They intentionally allege him of the murder, though he was an innocent. Innocent is an adjective. Innocentiൻ്റെ കൂടെ എന്ത് കൊടുക്കണം? ഡൗൺ കൊടുക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എയോ ആനോ നിങ്ങൾ ഉപയോഗിച്ചോ, അഡ്ജക്റ്റീവിൻ്റെ കൂടെ ഉപയോഗിച്ചോ കുഴപ്പമില്ല. അഡ്ജക്റ്റീവിൻ്റെ കൂടെ പക്ഷേ ഈ എയോ ആനോ കഴിഞ്ഞിട്ട് ഒരു അഡ്ജക്റ്റീവ് വരാം, ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ നിർബന്ധമായിട്ടുമായിട്ടൊരു കാര്യമുണ്ട്, നൗണ് വേണം. നൗണില്ല പിന്നെ ആൻ എ എന്നുള്ള കൊടുക്കുന്നതിന് അർത്ഥമില്ലല്ലോ. കൗണ്ടബിൾ നൗൺ വേണം കേട്ടോ, നിർബന്ധമായിട്ട് ഓർക്കുക കേട്ടോ. അഗ്ന അല്ലെങ്കിൽ ഹി വാസ് ഇന്നസെന്റ്, ആസ് ദോ ഹി വാസ് ഇന്നസെന്റ്, ആൻ അങ്ങ് വെട്ടിക്കളഞ്ഞാലും മതി, അപ്പോൾ കറക്റ്റാണ്. കാരണം സ്റ്റേറ്റ് വെർബിന്റെ കൂടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? അഡ്ജക്റ്റീവ് ഉപയോഗിക്കാം. സോ ദാറ്റ്സ് ഇറ്റ്. ദ ഗവൺമെന്റ് വെക്കേറ്റഡ് ദ റെഫ്യൂജീസ് ഫ്രം ദാറ്റ് പാലസ്. പ്ലേസ്. Yes. The police officers tried to dilute the accused by questioning many times. Okay. Questioning ആരെ many times? Questioning ആരെ? Question what? Questioning him അല്ലെ? Questioning him many times കൊടുക്കുക. Question എന്ന വേർബ് ട്രാൻസിറ്റീവ് ആണ്, അതുകൊണ്ടാണ്. ഡോൾഫിൻ സൈറ്റ് മോർ ദാൻ 8 babies at a time. ആ റിപ്രൊഡ്യൂസ് അർത്ഥമല്ല കേട്ടോ. ഈ റിപ്രൊഡ്യൂസ് പറഞ്ഞാൽ നമ്മൾ അതിനെ കോപ്പി, അതിനെ ഇത് ചെയ്യുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിപ്രൊഡക്ഷൻ എന്ന ഇതില്ലേ, നമ്മൾ ക്രിയേഷൻ ആ അർത്ഥമല്ല. കോട്ട് ചെയ്യുക, മെൻഷൻ ചെയ്യുക, അതാണ് റിപ്രൊഡ്യൂസ് ചെയ്യുക. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുക, റീപ്രൊഡ്യൂസ് ചെയ്യുക, അതിനെയാണ്. അല്ലാതെ ഇറ്റ്സ് നോട്ട് ദ റിപ്രൊഡക്ഷൻ ദാറ്റ് വി ആർ മീനിങ്. നമ്മൾ ഉപയോഗിക്കുന്ന ക്രിയേഷൻ അതല്ല കേട്ടോ. ഇപ്പോൾ റിപ്രൊഡക്ഷൻ അല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ അഭിഷേകേ. അപ്പം ആ ഒരു അർത്ഥത്തിൽ ഇത് ഉപയോഗിക്കുക, ആ അർത്ഥം വേറെ മാറിപ്പോയി അവിടെ. അപ്പം അത് എന്താ കൺഫ്യൂസിങ് വേർബ്സിൽ പെടും, അതായി പ്രശ്നം. Okay, media used to dilute truth. Okay, to attend the meeting, he moved out hastily from home. Great. Rama vacates her hostel owing to scale up COVID cases. Okay. Hasty action of the officer saved the lives of many. Okay. He cited Ram in his speech. Okay. There is no chance to stand your allegations in the court. Okay. The prosecutor cited many instances to prove the allegation. Yeah, allegations cited by the prosecutor diluted the opposition. The hasty move of the government to vacate the Lokayukta judgments ended up in the controversial ordinance. Yes. Research paper citation is mandated to complete the PhD works. PhD works കൊടുക്കണ്ടേ? PhD work മതി. PhD work അല്ലേ? Yeah, honorable. Yes, Sheena. Raghu got first rank in PSC exam and neighbors cite him. Got അല്ലേ വരുന്നേ? Explore and explode. നോക്കിയേ, രഘു ഗോട്ട് ഫസ്റ്റ് റാങ്ക്. രഘുവിന് കിട്ടി, ഫസ്റ്റ് റാങ്ക് കിട്ടിയല്ലോ. അപ്പം അത് കഴിഞ്ഞ ആക്ഷൻ അല്ലേ? അപ്പം നെയ്ബേഴ്സും സൈറ്റഡ് ചെയ്തല്ലോ അവനെ, അപ്രിഷിയേറ്റ് ചെയ്തല്ലോ അവനെ അല്ലേ? അപ്പോൾ നെയ്ബേഴ്സ് സൈറ്റഡ് ഹിം കൊടുക്കണം കേട്ടോ. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. പാസ്റ്റിലാവുമ്പോൾ പാസ്റ്റിൽ തന്നെ കൊടുക്കുക കേട്ടോ. His hasty decision made the whole family obfuscated. Yes. Making hasty decisions is very risky. Yes. The allegations made by the first plaintiff is baseless. Okay. Yeah. The students were very hasty to reach school as the class was about to begin. Okay. Yes. Advocate Rajkumar do allegations against Kapoor family in regards to Majurian case. ഒരു സെക്കൻഡേ, ഡു അലിഗേഷൻസ് പറയില്ല നമ്മൾ. അലിഗേഷൻസ് നമ്മൾ എന്താ ചെയ്യുന്നത്? ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറഞ്ഞാൽ അഭിഷേകെ? ക്ലെയിംഡ് കൊടുക്കുക. അഡ്വക്കേറ്റ് രാജ്കുമാർ ക്ലെയിംഡ് അലിഗേഷൻസ് അഗൈൻസ്റ്റ് കപൂർ ഫാമിലി എന്ന് കൊടുക്കണം. പിന്നെ രാജ്കുമാർ എന്ന് പറയുന്ന ഒരു സിംഗുലർ ആളല്ലേ, അപ്പോൾ അവിടെ ഡു എന്നത് വരില്ല. ഡു ആണെങ്കിൽ തെറ്റല്ലേ അവിടെ. അപ്പോൾ ക്ലെയിം ആണെങ്കിൽ ക്ലെയിംസ് വേണം, അല്ലെങ്കിൽ ക്ലെയിംഡ് പാസ്റ്റ് ടെൻസ് കൊടുക്കുക. സിംഗുലർ കോൺകോണിന്റെ ഫസ്റ്റ് റൂൾ സിംഗുലർ സബ്ജക്റ്റ് ആണ്, സിംഗുലർ വേർബ് കേട്ടോ. അലിഗേഷൻ അഗൈൻസ്റ്റ് ഹിം ഈസ് അൺബിലീവബിൾ. ഐ മേ വെക്കേറ്റ് ഹോസ്റ്റൽ ബൈ നെക്സ്റ്റ് വീക്ക്. ഓക്കെ. സിം ഹാസ് ഡിക്ലെയർഡ് ദ സ്റ്റേറ്റ് സ്റ്റാൻഡ്സ് ഓൺ AIS bill. അലിഗേഷൻ എന്ന് പറയുമ്പോൾ ക്ലെയിം എന്നാ പറയാ, സ്റ്റേറ്റ്മെന്റ്. നെഗറ്റീവ് വേർഡ് ആവണമെന്നില്ല. there are some allegations against him എന്ന് പറയുമ്പോൾ അവനെതിരെ കുറച്ച് ഇതുണ്ട്, ക്ലെയിമുകളുണ്ട് എന്നാ പറയുക. ആ ക്ലെയിം പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, വി ഡോണ്ട് നോ അല്ലേ. അപ്പോൾ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും അലിഗേഷൻ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. വിതൗട്ട് മേക്കിംഗ് എനി അലിഗേഷൻ ദ ഓണർ ഹാസ് ടു വെക്കേറ്റ് ഹിസ് റെന്റഡ് ഹോം. വെക്കേറ്റിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിച്ച്, ഡബിൾ സി ഇല്ല. അതുകൊണ്ട് വെക്കേഷൻ നമ്മൾ ഡബിൾ സി ഇട്ട് കൊടുക്കുന്നത്. സ്പെൽ ചെക്കിൽ എപ്പോഴും വരുന്നൊരു കാര്യമാണ്. ഇപ്പോൾ വെക്കേഷനും നിങ്ങളെടുത്ത് ഡബിൾ സി ഇട്ട് കൊടുത്തോ,
അവിടെ തെറ്റി. എന്തുകൊണ്ടാണ്? വെക്കേഷന് ഒരു സിയേ ഉള്ളൂ, അതുപോലെ വെക്കേറ്റിനും ഒരു സിയേ ഉള്ളൂ. കണ്ടോ, ഒരു സി ഉള്ളൂ, മറ്റേ സി ഇല്ല. അപ്പൊ സ്പെൽ ചെക്കിൽ തെറ്റ് വരും കേട്ടോ. നീതു, in the negotiation, the delegates decided to vacate the complicate agreements. Okay, the cited allegation against the person seems to be diluted one. Yes, she diluted the ingredients to make a delicious cake. In spite of farmers' strong protests, the much debated farm law of 2020 stands annulled. Yes. Okay, Naufale, sheri. Okay, off anale. Sheri, it's okay. The investigation team was asked by the court for hasty probing against the alleged culprits and produce evidence. Okay, hasty movement of Sam helped us from storm. Okay, Abraham Lincoln cited that ballet paper is powerful than bullet. Okay, yes. Although her medical allegation was genuine, yet the manager didn't allow her to take leave. Leaves alla leave കേട്ടോ. Leave എന്ന് പറയുള്ളേ, പ്ലൂറൽ ഇല്ല അതിന്. Yes. After the Keynes captaincy, SRH will lift the 2022 cup and hope it will be a hasty comeback. Okay. The GM cited to his colleagues not to be hasty in completing their work but be cautious about correctness. Yes, it is. He made allegation on the ancestral property, citing that it is now legally owned by the distant relatives and asked them to vacate the house hastily. Okay. The actor denied the sexual allegation raised against പറയില്ല. റൈസ് എന്ന് പറഞ്ഞത് ട്രാൻസിറ്റ് വേർബ്, റൈസ്ഡ് അഗൈൻസ്റ്റ് അതിനെതിരെയുള്ള അയാൾക്കെതിരെ ഉള്ള അലിഗേഷൻ എന്നല്ല വരിക. അപ്പം അലിഗേഷൻസ് റൈസ് അഗൈൻസ്റ്റ് ഹിം എന്ന് പറയില്ല. ഉയർത്തുക, റൈസ് അഗൈൻസ്റ്റ് ഹിം അല്ല, റേസ്ഡ് അല്ലേ, റേസ്ഡ് അഗൈൻസ്റ്റ് ഹിം അല്ലേ. അവിടെ റൈസ് അല്ല വരുന്നത്, റൈസ് അല്ല. യൂസേജ് വേർഡിനൊരു വ്യത്യാസമുണ്ട്. ദ ഗാർഡ്സ് വെക്കേറ്റഡ് ദം ഫ്രം ദ ഫ്ലഡ് ഹിറ്റ് ഏരിയ ടു സേഫ് സോൺ. ഓക്കെ, ഡൈല്യൂട്ടഡ് മെഡിസിൻ ഗുഡ് ഫോർ അല്ല ആശ, ഡൈല്യൂട്ടഡ് മെഡിസിൻ ഈസ് ഗുഡ് ഫോർ കിഡ്സ് കേട്ടോ. ഐ എം റിക്കവറിങ്. ഓക്കെ ഫൈൻ. ഇറ്റ്സ് ഡൈല്യൂട്ടഡ്. ഓക്കെ പയ്യെ സെറ്റായി വന്നോളൂ ടജാസെ. ബി സ്ട്രോങ്, അതാണ് എനിക്ക് പറയാനുള്ളത്. പിണറായി ലെഡ് ഗവൺമെന്റ് brought the ordinance in haste in a move to clip the powers of Lokaitha, effectively reducing its powers to only adversary in nature. To only adversary എന്ന് പറയില്ല കേട്ടോ. നൗഫൽ അവിടെ ഒരു തെറ്റുണ്ട്. reducing its powers only to adversary in nature എന്ന് കൊടുക്കുക കേട്ടോ. only to adversary in nature. ആ onlyയുടെ പൊസിഷൻ ഒന്ന് തെറ്റാ അവിടെ വന്നേക്കുന്നത്. The principal cited the student for securing scholarship award from സ്കോളർഷിപ്പ് അവാർഡ് എന്ന് വേണ്ട, സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം എന്താ, അതാണ്. പിന്നെ അവാർഡിൻ്റെ ആവശ്യമില്ല കേട്ടോ, സ്കോളർഷിപ്പ് ഫ്രം ഗവൺമെന്റ് മതി. നോർത്ത് ഈസ്റ്റ് നീതു. ഓക്കെ, നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ് പീപ്പിളോ, നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലെ പീപ്പിൾ ആണെങ്കിൽ സ്റ്റേറ്റ്സ് കഴിഞ്ഞിട്ട് എസ് കഴിഞ്ഞിട്ട് മോളൊരു അപ്പസ്ട്രോഫ് ഇട്ട് കൊടുത്തേ. ആരായിരുന്നു? സൗമ്യ. യാ, അല്ല, ദാറ്റ് ദർ ഷുഡ് വാക്സിനേറ്റ് അല്ല, ദാറ്റ് they should vaccinate armed forces deployed in the vulnerable region of their states by union government. അങ്ങനെ കൊടുക്കണം. they should, അവർ ഇത് ചെയ്യണമെന്ന് പറയണം. ഓക്കെ, the accused person vaccinated, അല്ലെങ്കിൽ there should എന്ന് പറയുമ്പോൾ യൂസ് തെറ്റി, അല്ലെങ്കിൽ there should be vaccination എന്ന് പറഞ്ഞായിരുന്നു, അല്ലെങ്കിൽ there should be vaccination going on അങ്ങനെയൊക്കെ വരണം. അതാണ്. the accused person vacated from the hostel before police arrived. hotel. Okay, the precautionary action taken by the Kerala government during the unfurling of the COVID pandemic is an example to be cited of. Okay, the rights against Munchandi dilute due to the court apex. Okay, rights against Munchandi dilute due to the court order. Okay, yeah. Hasty decision to impose levy over household commodities resulted in controversial allegations against government. Okay, due to COVID-19, TMT company dilute the salary of workers. While deciding litigations, the court has cited many of its precedents. Yes, models. Yeah. Allegation against him in allegations against him. Madi, Sanjay. Madi. Allegation against him. Omicron variant have hasty spread in its nature. Don't make hasty decision while you weren't sad. Allah, you were sad. While you were sad. അത് വേറൊന്നും പറയില്ല. കാര്യം എന്താ വെച്ചാൽ ഡോണ്ട് മേക്ക് ആണ്, പ്രസന്റ് ടെൻസിലല്ല. അപ്പോൾ പ്രസന്റ് ടെൻസ് വരണം. അപ്പോൾ എങ്ങനെ വരണം? ആരതി ഡോണ്ട് മേക്ക് ഹേസ്റ്റി ഡെസിഷൻസ് വൈൽ യു ആർ സാഡ്, അല്ലെങ്കിൽ യു ആർ ഇൻ സാഡ്നെസ്. ഇന്ന് വന്നാൽ പിന്നെ നൗൺ വരണം. ഇൻ ഇസ് എ പ്രിപ്പോസിഷൻ, പ്രിപ്പോസിന് ശേഷം ഒബ്ജക്റ്റ് വരണം, അഡ്ജക്റ്റീവ് അല്ല. പക്ഷേ ഇന്നില്ലായിരുന്നെങ്കിൽ വൈൽ യു ആർ സാഡ് കറക്റ്റാ.
while you are sad correct, അല്ലെങ്കിൽ you are in sadness പറയണം കേട്ടോ. മനസ്സിലായോ ആരതി? The culprit was in a haste to vacate the country. Yeah, against him. അത് സുവർണ അലിഗേഷൻസ് അഗൈൻസ്റ്റ് ഹിം മതി. ഞാൻ തെറ്റ് വരുത്തിയോ? ഞാൻ ഓടിച്ചുവിട്ട് വായിച്ചപ്പോൾ തെറ്റ് വരുത്തിയെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അലിഗേഷൻസ് അഗൈൻസ്റ്റ് ഹിം മതി കേട്ടോ. ഡോക്ടർ സജസ്റ്റഡ് ടു dilute medicine with water at the time of use. The police officer diluted the FIR to save the culprit. Nepotism will dilute the opportunities of deserved citizens. Allegations against the minister made him vacate his office. It is cited that the spreading of COVID-19 is escalating, so we need to hamper the hasty exacerbation of COVID-19. ഉണ്ട് വിഷ്ണു, ഞാൻ വാക്ക് പാലിച്ചു. നാളെ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. നാളെ മുതൽ എഡിറ്റോറിയൽ ക്വിസ് ഉണ്ട്. വീക്ക്ലി ക്വിസ് സ്പെല്ലിംഗ് മാറിപ്പോയില്ലേ? കൺസീൽ ദി ഹാൻഡ്സെറ്റ് haste instead submitted a new one in a move to further dilute the accusations against him. Okay. Okay, yes. And the infamous actors are secret. അത് കറക്റ്റ്. ഇല്ല, ഞാൻ പറഞ്ഞ സീക്രട്ട്ലി സ്പെല്ലിംഗ് ശ്രദ്ധിക്കണേ. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് സീരീസോ? ഞാൻ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് സീരീസ് ഇതുവരെ നമുക്ക് അവൈലബിൾ അല്ല. നോക്കട്ടെ, പറഞ്ഞു നോക്കാം. ഓക്കെ, ഹേസ്റ്റിലി ILY ഉണ്ട്. ഹേസ്റ്റിലിക്ക് ILY ഉണ്ട്. ശ്രീലക്ഷ്മി, യെസ്, സ്പെല്ലിംഗ് അങ്ങനെയാണ്. ഈവൻ ദ വ്യൂവേഴ്സ് ആർ ഹൈ. The like are dilute with the comparing with views. Okay. Abhishek, thank you so much. എത്ര പേരുണ്ട് നമ്മുടെ ലൈവിൽ നോക്കിക്കേ. അപ്പോൾ ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇറ്റ്സ് ഓൾമോസ്റ്റ് 100. ഒരാളോട് കുറവുള്ളൂ, 100 അടുത്തുണ്ട്, 99 ആയി. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. അതുപോലെ 99 ആൾക്കാരും ഓർക്കുക, നാളെ മുതൽ നമുക്ക് വീക്ക്ലി ക്വിസ് ഉണ്ട്. എഡിറ്റോറിയൽ വൊക്കാബിൻ്റെ ക്വിസ്, വീക്ക്ലി ക്വിസ് സാറ്റർഡേ നമ്മൾ ആരംഭിക്കുകയാണ്. നാളെ മുതൽ സാറ്റർഡേസിൽ 9 to 10 നമ്മൾ വീക്ക്ലി ക്വിസ് ആരംഭിക്കാം കേട്ടോ. ഓക്കെ, യെസ്. ഐ ഡിഡൻ ഗോട്ട് ആശാ പറ്റില്ല. ഐ ഡിഡ് കഴിഞ്ഞിട്ട് ഡിഡിൻ്റ് കഴിഞ്ഞിട്ട് പിന്നെ V2 വരാൻ പാടില്ല, V1 വരാൻ പാടില്ല. ഡു കഴിഞ്ഞിട്ട് എന്തും, ഡു ആയിക്കോട്ടെ, ഡസ് ആയിക്കോട്ടെ, ഡിഡ് ആയിക്കോട്ടെ, ഡിഡിൻ്റ് ആയിക്കോട്ടെ, ഡസിൻ്റ് ആയിക്കോട്ടെ, ഡു ആയിക്കോട്ടെ, ഡോണ്ട് ആയിക്കോട്ടെ. അതിനുശേഷം എപ്പോഴും V1 വരണം. അതായത് നമ്മളെങ്ങനെ വരണം? ഐ ഡിഡൻ ഗെറ്റ് എ റിപ്ലൈ. റിപ്ലൈ അല്ലേ, റീപ്ലൈ അല്ലല്ലോ. Reply PLY. Okay, reply from the SIC authority against my allegation. Okay, hasty decisions made by reply മാറിപ്പോകുന്നതാണ്. എല്ലാവർക്കും മാറിപ്പോകുന്നൊരു കാര്യമാണ്, ഓർത്ത് വെച്ചോണേ. ഇറ്റ്സ് റീപ്ലേ, വീണ്ടും പ്ലേ ചെയ്യുന്നത് തന്നെ പറയുന്നതാണ്. റിപ്ലൈ എന്ന് പറഞ്ഞാൽ മറുപടി, രണ്ടും മാറിപ്പോകാറുണ്ട് എപ്പോഴും കേട്ടോ. പിന്നെ ഡു ഇതിന് ശേഷം V1 വരും, അതുകൊണ്ട് ഓർത്ത് വെച്ചോളാം. എല്ലാവർക്കും മാറിപ്പോകുന്നതാണ്, ശ്രദ്ധിക്കാം. hasty decisions made by the health department diluted the spread of COVID-19. Yes. High Court conducted a hasty night sitting in the case of Sharath Devasya. Okay. 9 to 10 ആണ് കേട്ടോ എബില. 9 to 10. The allegation cited against the party leader was diluted. CM is very hasty in implement അല്ല Gayatri, in implementing the Silver Rail project. CM is very hasty in implementing the Silver Rail project. The allegation cited by him about vaccination was absurd. Ram's wife eloped with his best friend and his mind became diluted. Diluted spelling is diluted alla to explore and explode. Diluted DIALU avade A avashamilla. Court states positive allegation for COVID affected people. Yeah, you guys should vacate the room not later than 12 o'clock. Okay, you should vacate as soon as possible. Oh yeah, Yamina. അല്ലല്ല പോൾ ടൈം ക്വിസ് അല്ല, ആപ്പിലല്ല, നമ്മൾ വൈറ്റിയിൽ ക്വിസ് 5 മിനിറ്റ് ഉള്ള അല്ല. നമ്മൾ ക്വിസ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ 100-ലധികം ആൾക്കാരുണ്ടല്ലോ. നമ്മൾ എഡിറ്റോറിയൽ ക്വിസ് ഇനി കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് എന്നും ഈ പറഞ്ഞ സാറ്റർഡേ ഇതേ ടൈമിൽ ഇതേപോലെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കും. ലൈവായിട്ട് നമ്മൾ ക്വിസ് കണ്ടക്ട് ചെയ്യും, ക്വസ്റ്റ്യൻസ് കണ്ടക്ട് ചെയ്യും. പഠിച്ചത് ഓർമ്മയുണ്ടോ എന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? അതുകൊണ്ട് ഓൾറെഡി പല കുട്ടികളും എനിക്ക് സജഷൻ പറഞ്ഞിരുന്നു, മിസ്സേ ഒന്ന് എല്ലാ ദിവസവും ഒന്ന് റിവൈസ് ചെയ്യുന്നു. പക്ഷേ റിവിഷൻ ഇസ് നോട്ട് പോസിബിൾ. ഈ സമയം കൊണ്ട് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റില്ല. സോ ആ 1 അവർ നമ്മൾ സാറ്റർഡേ എടുക്കുന്നു. നിങ്ങൾക്ക് മൊത്തം നമ്മൾ ഒരു വീക്കിൽ ഡിസ്കസ് ചെയ്ത എല്ലാ വൊക്കാബിലും വരുന്ന നമ്മൾ എടുത്ത് അന്നൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ഫ്രെയിം ചെയ്ത് നിങ്ങൾക്ക് തരും. എങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം അത്. അപ്പോൾ ഒരു ക്വസ്റ്റ് കണ്ടക്ട് ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. 9 AM to 10 AM സാറ്റർഡേസിൽ ഇനി മുതൽ എഡിറ്റോറിയൽ ക്വസ്റ്റ് ഉണ്ടാകും, എഡിറ്റോറിയൽ വൊക്കാബ് ക്വസ്റ്റ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണേ.
മൂവിങ് ടു നെക്സ്റ്റ് വൺ, സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക. എപ്പോഴും ഈ പറയുന്ന എക്സാംസ് ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഒരു സെന്റൻസ് എന്നിട്ട് സബ്സ്റ്റാൻഷിയേറ്റ് യുവർ പോയിന്റ് എന്ന് ചോദിക്കാറുണ്ട്. ദാറ്റ് മീൻസ് പ്രൂവ് യുവർ പോയിന്റ്, സപ്പോർട്ട് ഇറ്റ് വിത്ത് എവിഡൻസ്, അപ്ഹോൾഡ് ചെയ്യുക. നീ അപ്ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, നീ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ബാക്കപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, കേട്ടിട്ടില്ലേ? എപ്പോഴും എക്സാമിന് ഒരു ഇത് തന്നിട്ട് ഇന്നൊരു സെന്റൻസ് തന്നിട്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനോ, പ്രൂവ് ചെയ്യാനോ, സപ്പോർട്ട് ചെയ്യാനോ, ബാക്കപ്പ് ചെയ്യാനോ, ജസ്റ്റിഫൈ ചെയ്യാനോ പറയാറുണ്ട്. That's it. Substantiate means prove, support, uphold, back up or justify. Verb ആണ്. അടുത്തത് valid. It's a valid point. അത് കൊള്ളാട്ടോ, അത് വാലിഡ് ആണ്. That means an adjective ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. Well founded ആണ്. Well found എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്ഥാപിക്കുക. Founded അതാണ് കേട്ടോ, founded എന്ന് പറഞ്ഞാൽ. Founded എന്ന് പറഞ്ഞാൽ സ്ഥാപിക്കുക എന്നല്ല അർത്ഥം. അപ്പം well founded എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് സ്ഥാപിച്ചിരിക്കുന്ന. That means it's sound. കൃത്യമായിട്ടുള്ളതാണ്, റീസണബിൾ ആണ്, ലോജിക്കലാണ്, കറക്റ്റ് ആണ്, ഒത്തൻറ്റിക് ആണ് എന്നൊക്കെയാണ് ഇതിൻ്റെ മീനിങ് കേട്ടോ. കറക്റ്റ്, ഒത്തൻറ്റിക് എന്നൊക്കെയാണ്. വാലിഡ് ഇപ്പം ലോയുടെ കേസിലൊക്കെയാണ് നമ്മൾ പറയുന്നെങ്കിൽ, ലോയുടെ ഇതിന് ലീഗലി പറയുമ്പോഴൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വാലിഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കറക്റ്റ് അല്ലെങ്കിൽ ഒത്തൻറ്റിക് എന്നാണ് പറയുന്നത്. വാലിഡ് ഡോക്യുമെന്റ്സ് ലീഗലി പറയില്ലേ, അപ്പോൾ കറക്റ്റായി ഒത്തൻറ്റിക് ആകുന്ന അർത്ഥമാണ്. ബാക്കിയുള്ള അർത്ഥം ഒന്നും ലീഗൽ ടേമിൽ നമ്മൾ ഉപയോഗിക്കില്ല. ലീഗലി ഉപയോഗിക്കുമ്പോൾ വാലിഡ് എന്ന വാക്ക് ഉപയോഗിക്കുന്നതിൻ്റെ മീനിങ് കറക്റ്റ് അല്ലെങ്കിൽ ഒത്തൻറ്റിക് എന്നാണ്. അല്ലാതെ നമുക്ക് പറയാം വാലിഡ് ആയിട്ട് പറയുമ്പോൾ വെൽ ഫൗണ്ടഡ്, കറക്റ്റായിട്ട് സ്ഥാപിച്ച, വാലിഡ് ഡിസിഷൻ, സൗണ്ട് ഡിസിഷൻ ആയിരുന്നു, റീസണബിൾ ആയിരുന്നു, ലോജിക്കൽ ആയിരുന്നു എന്നൊക്കെ പറയാം. അടുത്ത സ്ട്രിഞ്ചന്റ് എന്നും പറയുന്ന സ്ട്രിഞ്ചന്റ് ലോസ്, സ്ട്രിക്റ്റ്, ഫേം, റിജിഡ്, റിഗറസ്, സിവിയർ എന്നർത്ഥം. അടുത്ത വാക്ക് പ്രൊമൾഗേറ്റ് എന്ന് പറഞ്ഞ വേർബാണ്. പ്രൊമൾഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ പബ്ലിസൈസ് ചെയ്യുക. ഇത് എല്ലാവരും എത്തിക്കുക, മേക്ക് നോൺ, എല്ലാവരുടെ മുമ്പിൽ എത്തിക്കുക, അത് എല്ലാവരും അറിയിക്കുക. ഇങ്ങനൊരു കാര്യം നടന്നിട്ടുണ്ട് കേട്ടോ എന്ന് നമ്മൾ എല്ലാവരും അറിയിക്കുവാണ്. വി ആർ പ്രൊമൾഗേറ്റിംഗ് ഇറ്റ് കേട്ടോ. വി ആർ മേക്കിംഗ് പീപ്പിൾ നോ അബൌട്ട് സംതിങ്. ഓക്കെ. എന്നാൽ വേറൊരു അർത്ഥമുണ്ട് പ്രൊമൾഗേറ്റിന്, ഇനാക്ട് ചെയ്യുക. ലോ ഒക്കെ പ്രൊമൾഗേറ്റ് ചെയ്യുക എന്ന് പറയും ലീഗൽ ടേമിൽ കേട്ടോ. എല്ലാം ഇപ്പോൾ ആലോചിക്കുക, ലീഗലി പറയുമ്പോൾ അതിന് വേറെ മീനിങ് വരുന്നുണ്ട്. അപ്പോൾ ഇനാക്ട് ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക അല്ലേ. നമ്മളൊരു കാര്യം ഇനാക്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ് ഇത് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനെയാണ് ലീഗൽ ടേമിൽ പറയാം, ഇനാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഓക്കെ. അടുത്താണ് ഇംപ്ലിക്കേഷൻ. ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താ? ഇംപ്ലിക്കേഷൻ മീൻസ് സജഷൻ എന്ന് പറഞ്ഞ മീനിങ് ഉണ്ട്, നൗണാണ്. ഇൻഫറൻസ്, നമുക്ക് മനസ്സിലാവുന്ന ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന, ദാറ്റ്സ് ഇംപ്ലിക്കേഷൻ. മനസ്സിലാവുന്ന കാര്യത്തിന് ഇൻഫറൻസ് എന്ന് പറയും. സജഷൻ അല്ലെങ്കിൽ ഇൻഫറൻസ്. അല്ലാതെ ഇംപ്ലിക്കേഷന് വേറൊരിടത്തുണ്ട്, ഇൻവോൾവ്മെന്റ്. അതിൽ നിന്റെ ഇൻവോൾവ്മെന്റ് എന്താ അല്ലെ ചോദിക്കില്ലേ, ഇറ്റ്സ് യുവർ ഇൻവോൾവ്മെന്റ് എന്ന് പറയും. ഇംപ്ലിക്കേഷന് ഇൻവോൾവ്മെന്റ് എന്നൊരു അർത്ഥം കൂടെ ഉണ്ട് കേട്ടോ, ഓർത്ത് വെച്ചോളാം. ഓക്കെ, ക്ലിയർ ഐ ഗസ്. ഓക്കെ, ദ ഹേസ്റ്റി ലേണിംഗ് ക്യാൻ ലീഡ് ടു ഹേസ്റ്റി സെലക്ഷൻ ഫോർ എംപ്ലോയ്മെന്റ്. ഓക്കെ. റിവിഷൻ ക്വിസ് അല്ല മിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അത് തന്നെ റിവിഷൻ ക്വിസ് പറഞ്ഞാൽ നമ്മൾ ഒരു വീക്കിൻ്റെ കാര്യങ്ങൾ മൊത്തം ഒരു വീക്ക് ചെയ്ത കാര്യം അടുത്ത് സാറ്റർഡേ ഫ്രൈഡേ വരെ ചെയ്ത് സാറ്റർഡേ ചെയ്യും. റിജിൻ സാർ ചെയ്യുന്ന പോലെ വീക്ക്ലി റൗണ്ട് ഇപ്പോൾ സൺഡേസിൽ നടത്തില്ല. അപ്പോൾ സൺഡേ നമുക്ക് ഓൾറെഡി ഒരു ഇംഗ്ലീഷ് മാരത്തൺ ഉള്ളതുകൊണ്ട് നമ്മുടെ വൊക്കാബിൻ്റെ ക്വിസ് സാറ്റർഡേ തന്നെ നടത്തിയേക്കാം. അപ്പോൾ പിന്നെ ടൈമും നമുക്കത് കറക്റ്റ് ടൈമിലങ്ങ് പോകാം. പീപ്പിൾ വെക്കേറ്റ്, അപ്പോൾ ടൈം മാറ്റണം. എനിക്ക് ടൈം ഷിഫ്റ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് മാറ്റി കൊടുക്കണ്ടില്ല. ഇത് നമ്മൾ റെഗുലർ ടൈം നമ്മുടെ കേട്ടോ. People vacate from rural area to urban areas to make better standard of living. Yes. I'm cited. Show me some love and support, people. Okay. Substantiate if your allegation is valid. Yes. Citing lack of benevolence in the case, the court rejected the bail. Okay. Shivaram. Okay. All right. Allegations of eminent politicians won't be diluted. Okay. Valid grounds for divorce. Okay. Yeah. Should substantiate your answer. യു ഷുഡ് വരുമ്പോൾ എന്ത് പറയണം? യു ഷുഡ് സബ്സ്റ്റാൻഷിയേറ്റ് അല്ലെങ്കിൽ വി ഷുഡ് സബ്സ്റ്റാൻഷിയേറ്റ് അല്ല, യുവർ ആൻസർ ആയതുകൊണ്ട് വിത്ത് യു ഷുഡ് വരണം കേട്ടോ. ആശാ, ദ ഫാമിലി സബ്സ്റ്റാൻഷിയേറ്റ് ദ മെമ്പേഴ്സ് ടു ഗ്രോ ഇൻ ദർ ഏരിയ ഓഫ് ഇന്റർഫിയറൻസും ഇൻഫറൻസും രണ്ടാണ്. ഇന്റർഫിയറൻസ് പറഞ്ഞാൽ ഇടപെടൽ, ഇന്ററപ്ഷൻ എന്നർത്ഥമാണ്, ഡിസ്റ്റർബൻസ് എന്നൊക്കെയാണ്. പക്ഷേ ഇൻഫറൻസ് ഇസ് സംതിങ് ഡിഫറെൻറ്റ് കേട്ടോ. ഫാമിലി സബ്സ്റ്റാൻഷിയേറ്റ് ദ മെമ്പേഴ്സ് ടു ഗ്രോ ഇൻ ദർ ഏരിയ ഓഫ് ഇന്റർഫിയറൻസ്. ഓക്കെ, അത് ഉദ്ദേശിക്കുന്ന കറക്റ്റ് മീനിങ്ങില്ല. If you want to transfer him to him, you must have the substantial evidence which is contradictory to that. Okay. The government has promulgated stringent measures to fight COVID-19. Yes. Okay. You should input valid information while you are applying for exams. Yes. Government makes. അല്ലെങ്കിൽ government made stringent restrictions to prohibit the spreadness അല്ല. പ്രവീണ അല്ലല്ലോ, ഗായത്രി സ്പ്രെഡിൻ്റെ നൗണ്, സ്പ്രെഡ് എന്ന് പറയുന്നത് നൗണായിട്ടും വേർബായിട്ട് ഉപയോഗിക്കാം കേട്ടോ.
നൗണും ആണ്, അത് വേർബാണ്. സ്പ്രെഡ് ഓഫ് COVID-19, ഇറ്റ്സ് നോട്ട് സ്പ്രെഡ്നെസ്. സ്പ്രെഡിങ് ഓഫ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ജെറണ്ട് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചോണേ. അപ്പോൾ ഓർത്താൽ മതി, സ്പ്രെഡ്നെസ് ഒരു വാക്ക് ഇംഗ്ലീഷിലില്ല. സ്പ്രെഡ് ഓഫ് ഒമിക്രോൺ അല്ലെങ്കിൽ സ്പ്രെഡിങ് ഓഫ് ഒമിക്രോൺ രണ്ടും കറക്റ്റാണ്. സ്പ്രെഡ് ഓൾറെഡി നൗണും ആണ്, അതാ പറഞ്ഞത്. I think our CM has a stringent behavior in implementing Silver Line project. Yeah. Stringent laws promulgated. Promulgate ആണ്, promulgate അല്ല. ആരതി promulgate. Promulgate അല്ല. നിങ്ങൾ ഈ അമാൽഗമേഷൻ ഇല്ലേ, അമാൽഗമേഷൻ, കൾമിനേഷൻ, കൂട്ടിച്ചേർക്കുന്നതിന് അമാൽഗമേറ്റ് എന്ന് കേട്ടില്ലേ, കൂട്ടിച്ചേർക്കുക, കൊളാബറേറ്റ് ചെയ്യുക എന്നർത്ഥം. അമാൽഗമേറ്റ്, കമ്പൈൻ ചെയ്യുക. അമാൽഗമേഷൻ, പ്രൊമൽഗമേഷൻ അല്ല, ഇറ്റ്സ് പ്രൊമൽഗേറ്റ് ആണ്. അമൽഗമേറ്റ് പോലെ പ്രൊമൽഗമേറ്റ് അല്ല കേട്ടോ. ക്ലിയർ? അതൊന്ന് ശ്രദ്ധിക്കണേ, സ്പെല്ലിംഗ് ശ്രദ്ധിക്കണേ. ബൈ ദ പാർലമെന്റ് സ്പെല്ലിംഗ് LIAMENT shall effectively curb the violence against women. He was a veteran in substantiating those theories of Pythagoras and Euclid at the school days. Okay, all right. Euclid at school days. Okay. Though he did the deed, he tried to substantiate his views without any reason. Okay. In attack case, the prosecution has to substantiate valid evidence against the actor. Yes. He promulgated his new business. Yes. Ratan Tata was cited with some Bible for his exceptional work as an industrialist. Okay. All his claims were considered valid in the court as they were substantiated with ample evidence. Yes. The implication of good tragedies of previous toppers help us to pass the exam easily. Yes. Suggestion. Implication of the project are valid. Yes. Sanita's implication to promulgate poverty eradication. Abarna, eradication. DI. Is such a good one. If the government not entitled to making മതി, to making വേണ്ട കേട്ടോ. entitled എന്ന് കഴിഞ്ഞിട്ട് 2+I അങ്ങനെ വരില്ല കേട്ടോ. If the government is not entitled to make a law against terrorists, the president has the right to promulgate an ordinance കേട്ടോ. If the government if the government is not entitled to make വേണം, is not entitled to വേണം, to make വേണം ശരത്തെ. The courses provided by ADA will be valid for 1 year. Yes. My teacher implicate അല്ലല്ലോ സൂര്യ, implicated ഒന്നെങ്കിൽ അല്ലെങ്കിൽ singular subject ന് singular verb, implicates some topic for my project. You should substantiate with valid evidence before the court. Okay. The Coca-Cola company promulgate the employee by providing foreign trips. Yes. A Hindu article came on Jan 26 was promulgating the importance of republic and democracy. Yeah. The stringent authority's implication for submitting valid evidence is for substantiating his innocence before everyone. Yes. The students alle neetu, appa has to varuvo, have to. Students plural verb, plural subject ne plural verb. Students have to follow stringent rules and regulations of the school. Yeah. He substantiated her innocence with valid proof. Implications from the children change the mind of teacher. Okay. Sometimes I feel that some rulers in India took promulgated avada venda. India promulgated hate speech, publicized. India took avada cut cheyidala ട്ടോ. Promulgated speech, hate speech with which created അവർ പറഞ്ഞു, അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്തു, which created arrogance in public. When we are listed in PSC jobs, we must substantiate our qualification. Yeah. The principal's stringent behavior made her a spectre among students. Okay. The WCC wants to promulgate Justice Hema Commission reports suggestion in a stringent പറയില്ല, എ കഴിഞ്ഞിട്ട് നൗൺ വേണ്ട സുവർണ. ഇൻ എ സ്ട്രിഞ്ചന്റ് എന്ത്, സ്ട്രിഞ്ചന്റ് വാട്ട്, അല്ലെങ്കിൽ എ അങ്ങോട്ട് എ കെട്ടിയതിന് കാര്യമില്ല, ഇന്ന് കഴിഞ്ഞാൽ നൗൺ വരണം. ഇൻ എ സ്ട്രിഞ്ചന്റ് എന്ത്, സ്ട്രിഞ്ചന്റ് വേ വിച്ച് മേ സബ്സ്റ്റാൻഷിയേറ്റ് സിനിമ ആൻഡ് റിലേറ്റഡ് വർക്കേഴ്സ്. Promulgating Silver Line project will vacate so many families from their home. Okay. Frequent fire breaks in Brahmapuram plant reveals the lack of attention of municipality authority towards improper dumping of waste to the plant. Okay. You should submit valid points to substantiate your side. Otherwise, you may
You may rejected. You may be rejected from the position. കേട്ടോ സീന? You may be. May കഴിഞ്ഞിട്ട് V1 വരണം. എന്നിട്ട് V3 വന്നു. May be rejected കൊടുത്തു. അപ്പോൾ കറക്റ്റാ. അവിടെ പാസിവൈസേഷൻ വന്നു. You may be rejected മതി. Okay. Her implications for the new project were promulgated. Okay. Okay, Aparna, it's okay. Valid points are substantiated by the SC to resolve the dowry case and implicated the state government to stringently follow the law against dowry. Yes, nowadays, YT become one of the valid platform to promulgate products. Yes, yes, it is. In order to promulgate reasonable tourism, it is necessary to frame stringent laws against waste disposal in our tourist places. Stringent restrictions promulgated in the violence hit area diluted the actions of the fanatics and brought down peace in the locality. Okay. Citing the substantiated and well-founded evidence, the court implicated that the vessel should not leave the port before settling all the dues. Yes. The students had different implications on closing school due to increased COVID cases. Yes. Correct. Most of the celebrities are against promulgating their children's pictures as it adversely affects their privacy. Yes. You and your people destroyed the valid proofs breaching of the contract. Okay. Doctors strictly banned the promulgation of an antibacterial drug, azithromycin, which is widely being used which is widely used. Okay, 4 people ആണല്ലേ widely being used for people who have mild symptoms of COVID-19. അല്ലെങ്കിൽ 4 people ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് അവിടെ widely used മാത്രം മതിയായിരുന്നു. It is widely used എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ അവിടെ people ഉള്ളത് കൊണ്ട് കറക്റ്റ് ആണ്, being വരും. Stringent manner. Okay, correct. അപ്പോൾ കുഴപ്പമില്ല. സുവർണ. Implications to reduce COVID-19 by officials are sometimes not much applicable. Okay. The Vista project is promulgating Modi government's change in attitude towards the previous governments. Modi government T കഴിഞ്ഞിട്ട് ഒരു അപ്പസ്ട്രോഫി വിട്ടുപോയല്ലോ. എന്നിട്ട് എസ് കൊടുക്കാനുള്ള ജസ്റ്റിൻ കുറേ നാളായല്ലോ കണ്ടിട്ട്. നമ്മുടെ പഴയ ജസ്റ്റിൻ തന്നെയല്ലേ ഇത്? പുതിയ ജസ്റ്റിൻ അല്ലല്ലോ അല്ലേ? പഴയ ജസ്റ്റിൻ തന്നെയല്ലേ? കുറേ നാളുകൾക്ക് മുമ്പ് നമ്മുടെ വയറ്റിൽ വന്നുകൊണ്ടിരുന്ന ജസ്റ്റിൻ തന്നെയല്ലേ? I am not credulous enough to betray, so I want valid proofs. Okay. I'm not credulous enough to betray. To betray അല്ല. I'm not credulous enough to be betrayed. ഞാൻ ചതിക്കപ്പെടാനെന്നല്ലേ കാർത്തിക് ഉദ്ദേശിച്ചു. അപ്പോൾ I'm not credulous enough to be betrayed വേണം. അങ്ങനെ. So I want valid points. അതുകൊണ്ട് എനിക്ക് വാലിഡ് പോയിന്റ്സ് വേണം. ബിട്രേ ചെയ്യപ്പെടാൻ ഞാൻ തയ്യാറല്ല. To be betrayed വേണം. The management urged the staff members to give sound implications for the success of the program. അതെന്താണ് ബിട്രേ എന്ന് പറയുന്നത്? ബിട്രേ ചെയ്യണേ ചതിക്കുക, ആരെ ചതിക്കുക എന്ന് വരും. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് പാസിവൈസേഷൻ കൊണ്ടുവരണം കേട്ടോ കാർത്തിക. The government promulgated the new ordinance without substantial implications. Okay. Students have promulgated വരില്ല ശരണ്യ. Have promulgated. Have കഴിഞ്ഞ് V3. Have promulgated to higher studies only if they have 70% marks in total. Okay. The court cited in a judgment that the government's inability to understand the haste of new variant. Okay. Family environment has a serious implication in building one's mental. ഒരാളുടെ വൺ കഴിഞ്ഞിട്ട് അപ്പസ്ട്രോഫേസ് കൊടുക്കണേ one's mental wellness. One of the valid platform എന്ത് വേണ്ടേ? അയ്യോ എവിടെയായിരുന്നു അത്? ഞാൻ കണ്ടില്ലല്ലോ. One of the valid platforms. One of the കഴിഞ്ഞ് എന്തായാലും പ്ലൂരൽ നൗൺ വേണം, പ്ലാറ്റ്ഫോംസ് വേണം. അത് ഞാൻ ശ്രദ്ധിച്ചില്ലേ? അത് എന്താണെങ്കിലും ഞാൻ ശ്രദ്ധിച്ചില്ല, സോറി. We wish Hema Commission will implicate the solution to correct crisis in cinema field. Okay. Everyone should take a stringent action to substantiate the effect of climate changes. Okay. Climate changes വേണ്ട, climate change മതി കേട്ടോ. Background music substantiates the promulgation of that movie. Your stringent communication is needed while you are in court conference. Okay. The government decided to impose stringent laws against corruption. She loves to promulgate the environmental issues in spite of her busy schedule. The government implicated everyone to stay indoors so that it may helps Varilya Agna, it may കഴിഞ്ഞിട്ട് V1 help to wipe out the spread of COVID of the virus. The murder of case probing is in snail space as it lacks substantial evidence. Yes. The government promulgate on new projects to public during COVID pandemic. Okay. Everyone should promulgate this editorial session by sharing it to his friends. Okay, Ashwati, thank you.
Okay. The court asked the investigating agency to submit reasonable evidence while hearing. Yes. Police apprehended the drug peddler and he was imposed death sentence by the court because of valid proofs. Off വേണേ if വന്നേക്കുന്നത് തെറ്റാ, ഒരു ഓഫിന്റെ ഓയും ഐയും മാറിപ്പോയ മീനിങ്ങേ മാറിയേ അങ്ങനെ ശ്രദ്ധിക്കണേ. അതാണോ ജസ്റ്റിൻ? അപ്പം പഴയ ജസ്റ്റിൻ തന്നെയാണ്. ഐ എം റൈറ്റ്, മൈ ഗസ് ഇസ് റൈറ്റ് അല്ലേ? കൊള്ളാം. ഞാൻ ഓർക്കുകയും ചെയ്തു, കുറെ നാളായല്ലോ കണ്ടിട്ട് എന്ന്. ദാറ്റ്സ് ഇറ്റ്. There will be a union for employees in any field to substantiate their issues. The video of mowing down farmers substantiated to be a sound proof of allegation against Ashish Mishra in court. Okay, in order to substantiate something, one has to provide sufficient evidence. The government allegations to hamper COVID-19 must be stringently obeyed. O-B-E ആണ്, obeyed A അല്ല കേട്ടോ. He is not aware of the implications of his actions. Okay, he substantiated himself that he is not the culprit. Morning, Srikanth. Good morning. Amazon is leading a platform for promulgating varieties of products. Yes. അടുത്ത ബൈൻഡിങ് എന്ന വാക്ക് കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ചു, ബൈൻഡിങ് എന്ന വാക്ക് ഒബ്ലിഗേറ്ററി എന്ന വാക്ക് തന്നെയാണോ, മാൻഡേറ്ററി എന്ന വാക്ക് തന്നെയാണോ? അതെ, ബൈൻഡിങ് എന്ന വാക്ക് ഒരു അഡ്ജക്റ്റീവ് ആണ്. അല്ലെങ്കിൽ ബൈൻഡിങ് ഉണ്ട്, നമ്മുടെ ബുക്കിന്റെ ബൈൻഡിങ്, കവറിന് തിക്കായിട്ടുള്ള കവറിന് നൗൺ ഉണ്ട് കേട്ടോ. ബൈൻഡിങ്ങിന് നൗൺ ഉണ്ട്. ബുക്കിന്റെ ബൈൻഡിങ് ഇല്ലേ, അത് പറയും. കവർ തിക്കായിട്ടുള്ള അല്ലാതെ അഡ്ജക്റ്റീവായിട്ട് പറയും. അഡ്ജക്റ്റീവായിട്ട് നമ്മൾ ഉപയോഗിക്കാം സിനോണിമൊക്കെ ചോദിക്കുമ്പോൾ. കമ്പൽസറി, ഒബ്ലിഗേറ്ററി, ഇംപെരറ്റീവ്, മാൻഡേറ്ററി എന്നൊക്കെ അർത്ഥമുണ്ട്. അറിയാലോ, ബൈൻഡിങ് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. മാൻഡേറ്ററി, ഒബ്ലിഗേറ്ററി, കമ്പൽസറി എന്നൊക്കെ അർത്ഥം. അടുത്ത വാക്ക് എൻവിസാജ്. എൻവിസാജ് എന്ന് പറഞ്ഞാൽ ഫോർസി, മുൻകൂട്ടി കാണുക, പ്രെഡിക്റ്റ് ചെയ്യുക, ഫോർകാസ്റ്റ് ചെയ്യുക, ആന്റിസിപ്പേറ്റ് ചെയ്യുക, എക്സ്പെക്ട് ചെയ്യുക അല്ലേ? ദാറ്റ് ഈസ് എൻവിസാജ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അടുത്ത കൺവിക്ഷൻ. അറിയാലോ, കൺവിക്ഷൻ എന്ന് പറയുമ്പോൾ കോൺവിക്റ്റ്, കുറ്റവാളി അല്ലെ? കുറ്റവാളി എന്ന് പറഞ്ഞാൽ കോൺവിക്റ്റ് ആണ്. അറിയാലോ, അത് നമ്മൾ അറിയാം. കോൺവിക്റ്റ് എന്ന് പറഞ്ഞാൽ കുറ്റവാളി, നൗൺ. ഓക്കെ, കുറ്റം ചുമത്തപ്പെട്ടയാൾ അല്ലേ? അക്യൂസ്ഡ് എന്നൊക്കെ പറയും. അപ്പൊ കൺവിക്ഷൻ എന്ന് പറഞ്ഞാൽ കുറ്റം ചുമത്തപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സെന്റൻസ് ചെയ്യും. ഈ സെന്റൻസ് നമ്മുടെ എന്താ പറയാ, നമ്മുടെ സെന്റൻസ് ഇല്ലേ, മറ്റേ വാക്യം, ആ വാക്യമല്ല കേട്ടോ. സെന്റൻസ് മീൻസ് ഡെത്ത് സെന്റൻസ് എന്ന രീതിയിൽ, ജഡ്ജ്മെന്റ് എന്നൊരർത്ഥം കൺവിക്ഷന്. വേറൊരു കൺവിക്ഷൻ ഉണ്ട്, യുവർ കൺവിക്ഷൻ, നിന്റെ ചിന്താഗതി, യുവർ ബിലീഫ്, യുവർ ഒപ്പീനിയൻ. ഓക്കെ, രണ്ട് മീനിങ് ഉണ്ട്, സെന്റൻസ്, ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ബിലീഫ്, ഒപ്പീനിയൻ, രണ്ടും. നിന്റെ കൺവിക്ഷൻ, യുവർ കൺവിക്ഷൻസ് ഓൺ ഇന്നത്, നിന്റെ ബിലീഫ്സ് ഓൺ ഇത് എന്നൊക്കെ പറയില്ല. അത് അടുത്ത ചാരി. ചാരി ഇസ് എൻ അഡ്ജക്റ്റീവ്, വെരി കോഷ്യസ്, സർക്കംസ്പെക്ട്, കെയർഫുൾ. ഹീഡ്ഫുൾ എന്ന് പറഞ്ഞാൽ വളരെ അലേർട്ടാണ്, കെയർഫുൾ ആയിട്ട് ഒരു കാര്യത്തെ പറ്റി വളരെ കോഷനോട് ചിന്തിക്കുന്നതിനാണ് ഹീഡ്ഫുൾ എന്ന് പറയുന്നത്. പുതിയ വാക്കിട്ടതാണ് കേട്ടോ, അതിലുള്ളതാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. സർക്കംസ്പെക്ട് ചെയ്യുക, ഒരുപാട് നമ്മൾ ഒരു കാര്യത്തെ പറ്റി കോഷ്യസ് ആവുക, വെരി ആകെപ്പാടെ കോൺഷ്യസ് ആവുന്ന ഒരു അവസ്ഥ. ദാറ്റ് ഇസ് ചാരി. ഓക്കെ, അടുത്ത വാക്ക് ത്രോസ്. ഈ ത്രോസ് കേട്ടോ, നോക്കി. ത്രോസ് എന്ന് പറഞ്ഞാൽ പ്ലൂറലായി നൗണായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ്. എൻ്റെ അർത്ഥം ആഗണി, പെയിൻ, സ്ട്രഗിൾ എന്നൊക്കെ അർത്ഥം. അല്ലെങ്കിൽ പരോക്സിസം. ത്രോസ് എന്ന് പറഞ്ഞാൽ പരോക്സിസം. പാങ്സ് ഓഫ് ഹങ്കർ. കഴിഞ്ഞ ദിവസം നമ്മൾ HCAയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടായിരുന്നു. പാങ്സ് ഓഫ് ഹങ്കർ, ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ പറയില്ലേ. മൊത്തത്തിലൊരു വല്ലാത്തൊരു ഇമോഷനാണ്, അതിനാണ് പാങ്സ് എന്ന് പറയാം. അതായത് ഇറ്റ്സ് പെയിൻഫുൾ എന്ന രീതിയിലാണ്. അത് നെഗറ്റീവായിട്ട് നമ്മൾ വളരെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ ദാറ്റ് ഇസ് പാങ്. അല്ലെങ്കിൽ പാരോക്സിസം എന്നുള്ള വാക്ക് ഓർത്താ, ത്രോസ് എന്ന വാക്കിൻ്റെ കൂടെ ഓർത്താൽ മതി. അതാണ് ഈ വാക്കുകൾ കേട്ടോ. Hi Srikanth. So you mean you are from Telugu? Sorry, it's vertical. It's from Malayalam, so I cannot explain it in Telugu. I don't know Telugu, so I guess you understand. I'll tell you in English, okay? I'll just tell you in English, and you hope that you will be able, so that you will be able to understand. Okay? So, yeah. So let's go to the other sentences. Nowadays, the bills are presented and made as laws without sound discussions. Laws ആണോ എബിൽ ഉദ്ദേശിക്കുന്നത്? സ്പെല്ലിംഗ് അവിടെ ഇവിടെയൊക്കെ മാറിയല്ലോ, ടൈപ്പ് ആണെന്ന് തോന്നുന്നു അല്ലേ? അമാൽഗമേറ്റ് എന്ന വേർബ് ആണോ? അതെ, അമാൽഗമേറ്റ്. അതെ, അമാൽഗമേറ്റ് വേർബ് ആണ് കേട്ടോ അഭിജിത്ത്. അമാൽഗമേഷൻ നൗൺ, അമാൽഗമേറ്റ് വേർബ്. അമാൽഗമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അമാൽഗമേറ്റ് ചെയ്യുക, കൂട്ടിച്ചേർക്കുക, കമ്പൈൻ ചെയ്യുക അല്ലേ? ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, all courts are binding on their own decision. Okay, compulsory, imperative, mandatory. Okay, yes, I can envisage the future. It's beautiful. Okay, all other courts are bound to Supreme Court. Bound to is like you are bound to the decision, you are controlled by എന്നർത്ഥമാണ് bound to. But binding is something different. Get all, that's different. If state government
promulgate 2015 Supreme Court order against Chakma Hajong community. It will help them to get citizenship, Indian citizenship. Yes it is. So moving on to next one, nonchalance. Nonchalance means inactive ആയിട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ്, ദാറ്റ് ഇസ് കാം ആയിട്ട് ഇരിക്കുകയാണ്, ഒരു പ്രത്യേകിച്ച് ഒരു ഇതുമില്ല, യു ആർ ജസ്റ്റ് ബിഹേവിങ് ആസ് എൻ ഇനാക്റ്റീവ് പേഴ്സൺ എന്ന രീതിയിലാണെങ്കിൽ ഇറ്റ്സ് നോൺചലൻസ്. കാം ആയിട്ട് ഇനാക്റ്റീവ് ആയിട്ട് ഇരിക്കുകയാണ്, ദാറ്റ്സ് വാട്ട് ഇത് അലേർട്ടൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ, ദാറ്റ് ഇസ് നോൺചലൻസ്. ഓക്കെ, നോൺചലൻസ് ഓർത്ത് വെച്ചോളാം. ഓക്കെ, നോൺചലൻസ് ഓർത്ത് വെച്ചോണേ, നോൺചലൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം. അടുത്ത അൺഈക്വിവോക്കൽ. ഇറ്റ്സ് അൺഈക്വിവോക്കൽ. അൺഈക്വിവോക്കൽ എന്ന് പറയുമ്പോൾ അൺആംബിഗ്വസ്. ആംബിഗ്വസ് ആണെങ്കിൽ ഡൗട്ട് ഉള്ളതാണ് അല്ലേ? അപ്പോൾ അൺആംബിഗ്വസ് മീൻസ് ഇറ്റ്സ് ക്ലിയർ എന്നാണ്. സോ ഈക്വിവോക്കൽ എന്ന് പറഞ്ഞാൽ ആംബിഗ്വസ് എന്നർത്ഥം. സോ അൺഈക്വിവോക്കൽ എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് നാളെ പറഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ഓർത്തോളാം. എല്ലായിടത്തും അല്ല, ചിലയിടത്ത് നോക്കാം പ്രിഫിക്സ് ആയിരിക്കും. സോ അല്ലേ, എന്താണ്, അതുപോലെ തന്നെയാണ് അൺആംബിഗ്വസ്, അതുപോലെ ഒരുപാടുണ്ട്, അൺഹാപ്പി അല്ലേ, അങ്ങനെ വാക്കുകളുണ്ട്, ഓർത്ത് വെച്ചോണം. അതുകൊണ്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അൺഇക്വോക്കൽ എന്ന് പറഞ്ഞാൽ അൺആംബിഗ്വസ് ആണ്, അതായത് ക്ലിയർ ആണ് എന്നുള്ള അർത്ഥം. അടുത്തത് കോൺട്രാക്ട്. കോൺട്രാക്ട് എന്നും പറയാം, കൺട്രാക്ട് എന്നും പറയാം. ബിക്കോസ് കോൺട്രാക്ട് ഇസ് നൗൺ, കൺട്രാക്ട് ഇസ് വേർബ്. കോൺട്രാക്ട് മീൻസ് അഗ്രിമെന്റ്, കൺട്രാക്ട് മീൻസ് ഷ്രിങ്ക്, റിഡ്യൂസ് ചെയ്യുക അല്ലേ, റിഡ്യൂസ് ചെയ്യുക ഓർ ഡിക്രീസ് ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട്. വേറെ കോൺട്രാക്റ്റിൻ്റെ അതേ മീനിങ് വരുന്ന കൺട്രാക്ട് ഉണ്ട്, പ്രോമിസ് ചെയ്യുക അല്ലെ, അഗ്രിമെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രോമിസ് ചെയ്യാന്നല്ലേ. സോ ദാറ്റ്സ് ഇറ്റ്, ഓർത്ത് വെച്ചോണേ. കോൺട്രാക്ട് മീൻസ് അഗ്രിമെന്റ്, കൺട്രാക്ട് വേർബ്, കൺട്രാക്ട് എന്ന് പറയുമ്പോൾ റിഡ്യൂസ്, ഷ്രിങ്ക്, ഡിക്രീസ് എന്ന അർത്ഥമുണ്ട്, പ്രോമിസ് എന്ന അർത്ഥവും ഉണ്ട്. അടുത്ത വാക്ക് ഗേജ്. ഗേജ് മീൻസ് മെഷർ, വേർബായിട്ട് പറയാം, കാൽക്കുലേറ്റ് ചെയ്യുക, ഡിറ്റർമിൻ ചെയ്യുക. സോ മെഷർ, കാൽക്കുലേറ്റ്, ഡിറ്റർമിൻ, ഗേജ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് ഓൾസോ എ നൗൺ, അതൊരു നൗണും കൂടിയാണ്. സൈസ്, എക്സ്റ്റെൻഡ്, ഗേജ് ആ സൈസ്, അളവ്, എക്സ്റ്റെൻഡ് എത്ര ലെവൽ എന്നുള്ള അർത്ഥം. അടുത്ത വാക്ക് ഈസ് ഇൻകോർപ്പറേറ്റ്. ഇൻകോർപ്പറേറ്റ് മീൻസ് ടേക്ക് ഇൻ, അബ്സോർവ് ചെയ്യുക, അബ്സോർബ് വേർബാണ്. ഇൻക്ലൂഡ്, സബ്സ്യൂം എന്നൊക്കെയാണ് അർത്ഥം. ഇൻകോർപ്പറേറ്റ് ദിസ്, ഈ കാര്യം കൂടെ ഇതിലോട്ട് കൂട്ടിച്ചേർക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതാണ് ഇൻകോർപ്പറേറ്റ്. ഓക്കെ, യെസ്. നോൺ ചലൻസിന് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയാം, അൺകൺസേൺ എന്നൊരു മീനിങ് ഉണ്ട്. ഒരു താല്പര്യം ഇല്ലാത്ത ഒരു രീതിയിൽ, ഇനാക്റ്റീവ് അല്ല, അൺകൺസേൺ അങ്ങനെയാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇൻഡിഫറൻസ്, പ്രത്യേകിച്ച് ഒരു താല്പര്യം ഇല്ലാതെ നമ്മൾ ഇരിക്കുകയാണ്, ഒരു വികാരമില്ല, നിർവികാരതയോടെ ഇരിക്കണം, അൺകൺസേൺ, ഇൻഡിഫറൻസ് ഒക്കെയാണ്. അതിനെയാണ് ഈ നോൺ ചലൻസ് എന്ന് പറയുന്നത്. സെറ്റാണ്, ക്ലിയർ ആണോ? ഓക്കെ, ഓൾ റൈറ്റ്. അപ്പോൾ ഇവിടം വരെ എത്തി. നെറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നല്ലേ, അതാണെന്ന് തോന്നുന്നു എനിക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതിരുന്നത്. ഓക്കെ, സോ is a state government promulgate 2015 Supreme Court order against that കഴിഞ്ഞു. Some people envisaging about future becomes true. Okay, as per the implications of IMA and health experts, the state government has decided to intensify the curbs in the capital district. Okay, അഗ്ന ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വീക്ക്ലി നടത്താൻ പോകുന്നത്. അപ്പോൾ ഞാൻ പഴയതിലോട്ട് കൊണ്ടുപോകുന്നില്ല, ഈ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ വൊക്കാബുമാണ് ഉദ്ദേശിക്കുന്നത്, വീക്ക്ലി ബേസിസിലാണ്. അപ്പോൾ ഇന്ന് കൊടുക്കുമ്പോൾ ടാർഗറ്റ് ഇന്നത്തെ വീക്ക് മാത്രം നോക്കിയാൽ മതി, അതായത് 5 ദിവസത്തെ വൊക്കാബ്. അടുത്ത ദിവസം വരുമ്പോൾ അടുത്ത 5 ദിവസം വൊക്കാബ്, അടുത്ത വീക്കിൽ അങ്ങനെ കേട്ടോ. അതിൽ എങ്ങനെ പോസിബിൾ ക്വസ്റ്റൻസ് ഇഡിയംസിൽ നിന്നും ഫ്രേസിൽ നിന്നും എല്ലാത്തിലും വരും. അപ്പോൾ ലൈക്ക് 20-25 ക്വസ്റ്റൻസോളം നമ്മൾ ഡിസ്കസ് ചെയ്ത് വിടാം. ഓക്കെ, ലെറ്റ് മീ സി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന്. Okay, I can envisage the climax of this movie. You should follow binding SMS against COVID-19. Okay, the USSR, like any other social countries, envisages the total budget accord their historical accounts. Isn't it discussion about editorial the Hindu? Yes, it is. It's not only discussion; it's also about the vocab and grammar structures. Chalanamillatham non-challenge. Yes. Elon Musk had a conviction that usage of non-renewable resources harms the nature and envisaged a solution by developing electric vehicles. The government envisaged all the implications of the law and its causes were made binding to the functionaries. No one could have envisaged economy of the entire world would be hit by a pandemic. Some students are acting. B formulationലൂടെ ഒന്നെങ്കിൽ ING അല്ലെങ്കിൽ V3 ഫോമേ കൊണ്ടുവരാൻ പാടുള്ളൂ, ഞാൻ പറഞ്ഞിരുന്നു.
The laws enacted by Parliament are binding in nature for all the people who reside in India. Okay. Lucid. Yes, lucid correct ആണ്. An agreement enforced by law is a contract. Too much carry over. Carry is not a verb. അതൊരു adjective ആണ്. അപ്പോൾ അവിടെ usage തെറ്റിയാത്തിക. He overcame all the throws in his life with assertiveness. Okay. Stringent behavior of his father made him binding in hiding about being fired from job. Okay. Stoic എന്ന യൂസേജ് ഇവിടെ യൂസേജ് ശരിയല്ല കേട്ടോ നോൺഷലൻസിന് അല്ല ഇബില can't gauge human being perfectly. You can't gauge അങ്ങനെ കൊടുക്കുക. Let's incorporate him as well. Okay. The throes of people during famine are echoed in my heart. Several banks are incorporated with their capital for better competitive advantages. Okay. Recently, Vijay Bank amalgamated with Bank of Baroda. Yes. Nonchalance of the sea after a tsunami is unequivocally shows its power. Okay. The throes of mothers who lose their kids in the warfare is sad sight to see on. Okay. To see on the vanda. To see madi. In the uncertain circumstances, the government envisages the growth of GDP in the next financial year. Mother envisages her son's accident. Okay. Nonchalance is required in any adverse situation. Okay. You may sign contract with company before joining. Okay. The Indian Railways operates its trains in broad gauge. Okay. Can anyone envisage tomorrow's quiz questions? Oh, great. All right. That's great. Predict. Balloons are shrinking due to its damage. Many people suffer throes due to depression. All right. Moving to today's article. അപ്പോൾ നമുക്ക് ആർട്ടിക്കിളിലോട്ട് പോകാം. This is the article wrong route. Route തെറ്റിപ്പോയി മോനെ. Route തെറ്റിപ്പോയി. So, we are going to discuss about the wrong route. അപ്പോൾ ലൈവിലുള്ള എല്ലാവരും ഒന്ന് show me some love and support. It's 100 people and it's just 82 likes. That means you don't like my class or you do. എങ്കിൽ show me some love and support. Do like and share it among your friends. Okay ട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ ആർട്ടിക്കിൾ wrong route. So Kerala's move to dilute the Lokayukta law through an ordinance is questionable. അപ്പോൾ എന്താണ് ഇന്നത്തെ ആർട്ടിക്കിൾ ഞാൻ പറഞ്ഞു ലോകായുക്ത ലോയെ പറ്റിയാണ്. അപ്പോൾ അത് ബില്ല് ഇട്ടത് കാര്യങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. സോ അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാം. We will not give any chance to sit in nonchalance. True convictions won't entertain anyone. The contract accorded between the parties concerned was unequivocal and it diluted the issue to a great extent. Okay, fine. So that's it. നമ്മൾ സെന്റൻസ് നിർത്തുവാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം with our article. So Kerala's move, കേരളയുടെ മൂവ് ടു ഡൈല്യൂട്ട്, കേരള ഡൈല്യൂട്ട് ശ്രമിക്കുകയാണ് ലോകായുക്ത ലോയെ. ഡൈല്യൂട്ട് ചെയ്യുന്ന വീക്കെൻഡ് ചെയ്യാൻ തുടങ്ങുകയാണ് ഒരു ഓർഡിനൻസ് വഴി. അത് ക്വസ്റ്റനബിൾ ആണ് എന്നാണ് ഇന്ന് ആർട്ടിക്കിൾ പറയുന്നത്. അപ്പോൾ നമുക്കത് വായിച്ചു നോക്കാം. The Kerala government's proposal to amend its Lokayukta Act through an ordinance appears questionable and hasty. Even though the Left Democratic Front (LDF) government is citing legal opinion to justify the proposed amendments, it does give ഞാൻ നിങ്ങളോട് പഠിപ്പിച്ച ഓർമ്മ it does give an impression that it is in an unseemly hurry to remove the finality attached to a provision that allows the anti-corruption judicial body to direct a public servant to vacate office if an allegation is substantiated. The criticism കേരള ഗവൺമെന്റിന്റെ പ്രപ്പോസൽ മുന്നോട്ട് വന്നേക്കുന്നതാണ്. കേരള ഗവൺമെന്റ് ഇപ്പോഴത്തെ നമ്മുടെ സർക്കാർ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചേക്കുന്നു. എന്താണ് ആ പ്രപ്പോസൽ? അമെൻഡ് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. എന്ത്? ലോകായുക്ത ബില്ല്, നമ്മുടെ ലോകായുക്ത ആക്ടില്ലേ, അത് എന്ത് ചെയ്യണം? അതൊന്ന് അമെൻഡ് ചെയ്യണം, അതിന്റെ മാറ്റങ്ങൾ വരുത്തണം എന്ന് പറയുന്നു. ത്രൂ ഓർഡിനൻസ്, ഒരു ഓർഡിനൻസ് വഴി അത് മാറ്റങ്ങൾ വരുത്തണം എന്ന് പറയുന്നു. അത് വളരെ ക്വസ്റ്റനബിൾ ആയ, ചോദ്യം ചെയ്യപ്പെടേണ്ടവയൊരെണ്ണമാണെന്ന് പറയുന്നു. ആൻഡ് ഇറ്റ് ഇസ് ഹേസ്റ്റി എന്ന് പറയുന്നു. അത് ആണ് ഇവിടുത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. സോ അപ്പോൾ ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്, അതായത് LDF ഗവൺമെന്റ് സൈറ്റ് ചെയ്യുന്നുണ്ട് ലീഗൽ ഒപ്പീനിയൻ. ഇപ്പോൾ അവർ കൃത്യമായിട്ട് ലീഗൽ ഒപ്പീനിയൻ കോട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട് ജസ്റ്റിഫൈ ദ പ്രപ്പോസ് അമെൻമെന്റ്സ്. ഈ അമെൻമെന്റ്സിന് ഇവർ പ്രപ്പോസ് ചെയ്യുന്ന അമെൻമെന്റ് വരുത്താനുള്ള മാറ്റങ്ങളെ പറ്റി അവർ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോഴും ഇറ്റ് ഡസ് ഗിവ്, അതായത് എംഫസൈസ് ചെയ്യണം. കണ്ടോ, ഇവിടെ ഇറ്റ് ഡസ് ഗിവ് എന്ന് ഉദ്ദേശിച്ച് എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഡു പ്ലസ് V1 ഉപയോഗിച്ചിട്ട് നമ്മൾ V1 ഉപയോഗിക്കുന്നു. നെഗറ്റീവ് സെൻസിൽ അല്ലാതെ ഉപയോഗിക്കുന്ന ഒരു സംഭവം എപ്പോഴാണ് ഇങ്ങനെ സെന്റൻസ് സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എംഫസൈസ് ചെയ്യാൻ നോക്കി, ഇറ്റ് ഡസ് ഗിവ് എൻ ഇംപ്രഷൻ, എംഫസൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഗിവ് എൻ ഇംപ്രഷൻ ദാറ്റ് ഇറ്റ് ഈസ് അൺസീംലി ഹറി. അപ്പോൾ ഒരു ഇംപ്രഷൻ, ഇപ്പം നമുക്ക് കിട്ടുന്ന ഒരു ഇംപ്രഷൻ എന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഇതെന്താ മനസ്സിലാവുന്ന കാര്യം എന്താ? ഇറ്റ്സ് ഹറി ടു റിമൂവ് ദ ഫൈനാലിറ്റി അറ്റാച്ച്ഡ് ടു എ പ്രൊവിഷൻ that allows anti-corruption judicial body to direct a public servant to vacate office. നിങ്ങൾക്ക് അറിയാലോ ലോകായുക്ത ആക്ടിന്റെ ഇതനുസരിച്ച് എന്താ? നെപ്പോട്ടിസം തടയുക, അതാണ് നമുക്ക് വേണ്ടത്. അതായത് ഒരു പബ്ലിക് സെർവന്റ് കറപ്റ്റഡ് ആണെങ്കിൽ, കറപ്ഷൻ ഇൻവോൾവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ആന്റി ജുഡീഷ്യൽ ബോഡിയെ നമ്മൾ അലോ ചെയ്യുന്നു. ഇയാളെ എന്ത് ചെയ്യണം?
ഓഫീസ് വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ഇയാൾ ഇതിൽ നിന്ന് സ്ഥാനവിരോഹണം ചെയ്യണം, അല്ലെ, അവിടെ നിന്ന് മാറണം എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഈ പ്രൊവിഷന്റെ ഒരു പ്രത്യേകത. അതിന് മാറ്റം വരുത്തണമെന്നാണ് നമ്മുടെ LDF ഗവൺമെന്റ് ഇപ്പോൾ പറയുന്നതെന്ന് പറയുന്നു. ഓക്കെ, അത് എന്താ പറയുക, ഈ അലിഗേഷൻ, അയാൾക്കെതിരെയുള്ള അലിഗേഷൻ, ഇപ്പോൾ ഒരു പബ്ലിക് സർവന്റിനെതിരെ നെപ്പോട്ടിസം തെളിയപ്പെട്ടാലാണ്, ഇറ്റ് ഈസ് സബ്സ്റ്റാൻഷ്യൽ, ഇറ്റ് ഈസ് പ്രൂവ്ഡ്, അത് പ്രൂവ് ചെയ്യപ്പെട്ടാൽ നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാം, സ്ഥാനത്ത് മാറ്റിവെക്കാം, അല്ലെ. ദ ക്രിറ്റിസിസം ബൈ ദ ഓപ്പോസിഷൻ ദാറ്റ് ദ ചേഞ്ച് മേ ഡൈല്യൂട്ട് ദ ലോകായുക്ത law appears valid as section 14 of the Lokayukta Act is its more stringent provision. Both the Congress-led United Democratic Front and the BJP have appealed to Governor not to promulgate the ordinance cleared by the cabinet. Opposition parties have suggested that the proposal may be linked to ongoing inquiries by the Lokayukta against members of the cabinet. Also, the present regime has been adversely affected by this particular provision. In April 2021, Minister of Higher Education and അപ്പോൾ ഇവർ പറയുന്ന കാര്യം ഇതാണ്, നമ്മുടെ ക്രിറ്റിസിസം, ഒപ്പോസിഷൻ പാർട്ടി കൊണ്ടുവന്നേക്കുന്ന ഒപ്പോസിഷന്റെ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ചേഞ്ച് കൊണ്ടുവരികയാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ലോകായുക്ത ബില്ലിന് നമ്മൾ ആക്ടിന് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ലോയെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഡൈല്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതിനെ വീക്കൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് സെക്ഷൻ 14 ലോകായുക്തയുടെ, നിങ്ങൾക്ക് അതൊക്കെ നിങ്ങൾ പഠിച്ചോണേ, അത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. സെക്ഷൻ 14 ലോകായുക്തയിൽ പറയുന്ന അനുസരിച്ച് അത് ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രൊവിഷനാണ്, അതിനെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് കളയാണ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ കോൺഗ്രസ് ആയിക്കോട്ടെ, അതുപോലെ BJP ആയിക്കോട്ടെ, ഒപ്പോസിഷനിലെ രണ്ട് പാർട്ടീസും പറഞ്ഞിട്ടുണ്ട്, അപ്പീൽ ചെയ്തിട്ടുണ്ട്, അപ്പീൽ കൊടുത്തിട്ടുണ്ട്, ഗവർണറോട് പറഞ്ഞിട്ടുണ്ട് നോട്ട് ടു പ്രൊമൾഗേറ്റ്. ഇത് പ്രൊമൾഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ മീനിങ് കണ്ടു, പ്രൊമൾഗേറ്റ് എന്നുള്ള മീനിങ് കണ്ടില്ല. എന്താ പ്രൊമൾഗേറ്റ് പറഞ്ഞാൽ? രണ്ട് മീനിങ് ഉണ്ട്, കണ്ടോ? ഓക്കെ, സെക്കൻഡ് പ്രൊമൾഗേറ്റ്, പ്രൊമോട്ട് ചെയ്യാന്നുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്യാന്നുണ്ട്, കേട്ടോ, ഇംപ്ലിമെന്റ് ചെയ്യാന്നുണ്ട്. അപ്പോൾ ഇവിടെ ലോ ആണ്, ലീഗൽ ടേമിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇംപ്ലിമെന്റ് എന്ന അർത്ഥം ഇവിടെ വരുന്നത്, കേട്ടോ, ഓർത്ത് വെച്ചോ. നോട്ട് ടു പ്രൊമൾഗേറ്റ്, നോട്ട് ടു പ്രൊമൾഗേറ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ടു ഇനാക്ട്, ആക്ടിവേറ്റ് ചെയ്യുക, അതായത് ഈ ഒരു ആക്ടിനെ, ഈ ഒരു ഓർഡിനൻസിനെ ഒരിക്കലും പ്രൊമോട്ട് ഇംപ്ലിമെന്റ് ചെയ്യരുത്. ഓക്കെ, ഈ ക്യാബിനറ്റ് മുന്നോട്ട് വെച്ച ഓർഡിനൻസിനെ ഒരിക്കലും നിങ്ങൾ എനാക്ട് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഓപ്പോസിഷൻ പാർട്ടി സജഷൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ, സജസ്റ്റ് ചെയ്യുന്ന ഈ ഒരു കാര്യം കൂടെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ, ഇപ്പോൾ ഓപ്പോസിഷൻ പാർട്ടീസ് ഹാവ് സജസ്റ്റഡ് ദാറ്റ് ഈ പ്രൊപ്പോസൽ, ഇവർ കൊണ്ടുവെക്കുന്ന ഈ പ്രൊപ്പോസലിനൊരു കണക്ഷൻ ഉണ്ടാകാം, മേ ബി ലിങ്ക് ടു ഓൺ ഗോയിങ് ഇൻക്വയറീസ്. ഇൻക്വയറീസ് അറിയാലോ, ഇവിടെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുവാണ്, ഇവിടെ കേസ് നടന്നുകൊണ്ടിരിക്കുവാണ്, അല്ലേ. ഇപ്പോൾ ഒരു എന്താണ് ഇൻവെസ്റ്റിഗേഷൻ, ഇൻക്വയറീസ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻസ് ആർക്കെതിരെ? ക്യാബിനറ്റ് മെമ്പേഴ്സിനെതിരെ. ഇവിടെ നമ്മുടെ ക്യാബിനറ്റിലുള്ള മെമ്പേഴ്സിനെതിരെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകായുക്ത ബില്ലിന്റെ പേരിൽ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഈ പ്രൊപ്പോസൽ മുന്നോട്ട് വെക്കാൻ അതുകൊണ്ടാണ് എന്നാണ് നമ്മുടെ ഓപ്പോസിഷൻ പാർട്ടി പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രസന്റ് റഷീം ഇപ്പോൾ ഒരുപാട് അഫക്ട് ചെയ്യപ്പെട്ടുവാണ് ഈ ഒരു പെർട്ടിക്കുലർ പ്രൊവിഷൻ വഴി, അല്ലേ, ക്യാബിനറ്റ്. അതുകൊണ്ടാണ് ഇവരിത് മുന്നോട്ട് വെക്കുന്നതെന്നാണ് നമ്മുടെ ഓപ്പോസിഷൻ പാർട്ടി പറയുന്നത്. ഏപ്രിൽ 2021 മിനിസ്റ്റർ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, നിങ്ങൾക്കറിയാം, നമ്മുടെ ഏപ്രിൽ 2021 നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അല്ലേ, ജലീൽ, മൈനോറിറ്റി വെൽഫെയർ KT ജലീൽ ഹാഡ് ടു റിസൈൻ. അങ്ങനെ റിസൈൻ ചെയ്യപ്പെട്ട് വന്നു, അല്ലേ, had to resign after the Lokayukta found him guilty of nepotism. The present regime seems to have realized only after the episode the implications of the binding nature of the Lokayukta's declaration that a public servant against whom an allegation is substantiated should not continue to hold office. It is strange that the government now says that the selection is unconstitutional when it could have been challenged by Mr. Jalil himself. അപ്പോൾ 2021 ഏപ്രിൽ മാസം 2021 KT ജലീൽ, നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഫോർ മൈനോറിറ്റി വെൽഫെയറിന് അങ്ങേര് എന്ത് ചെയ്യപ്പെടുന്നു? ഓഫീസിൽ നിന്ന് റിസൈൻ ചെയ്യേണ്ടി വരുന്നു. ഹി ഹാഡ് ടു, ഇറ്റ്സ് ഹിസ് ഒബ്ലിഗേഷൻ, അങ്ങേര് അത് ചെയ്യേണ്ടി വന്നു, അല്ലേ, ചെയ്യേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? ലോകായുക്ത ഫൗണ്ട് ചെയ്തു, അങ്ങേര് നെപ്പോട്ടിസത്തിന് ഇതാണ് എന്ന് പറഞ്ഞ് ഫേവർ ചെയ്തു എന്നുള്ള രീതിയിൽ അങ്ങേര് ഇത് ചെയ്യേണ്ടി വന്നു, അല്ലേ, മിനിസ്റ്റർ. അങ്ങനെ ഇപ്പൊ പ്രസന്റ് റഷീം, ഇപ്പോഴത്തെ ക്യാബിനറ്റ് ഇപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് ഈ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ ലോകായുക്ത ബില്ല് അനുസരിച്ച് നമ്മൾ നിർബന്ധമായിട്ട് ഒരു ആളെ അലിഗേഷൻ ഉണ്ട്, ആ അലിഗേഷൻ പ്രൂവ് ചെയ്യപ്പെട്ടാൽ അങ്ങേര് എന്ത് ചെയ്യണം? പബ്ലിക് സെർവൻ്റ് ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല, ഓഫീസിൽ കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല, അതാണ് നിയമം. പക്ഷെ ഇപ്പോൾ ഇത് വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നുകയാണ് ഗവൺമെന്റിന്. ഗവൺമെന്റ് പറയുന്നത് വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നുവാണ്. കാരണം എന്താ വെച്ചാൽ അത് ഇപ്പോൾ ഗവൺമെന്റ് പറയുന്നു ഇറ്റ് ഈസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ, അതായത് നിയമപരമല്ല, അങ്ങനെ ഒരു നിയമമില്ല, ഇറ്റ് ഈസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, അതായത് ലീഗാലിറ്റി അതിനില്ല, ഇലീഗൽ എന്ന രീതിയിലാണ് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ലീഗൽ,
when it would have challenged by Jalil itself. ജലീലിന് തന്നെ അത് മിസ്റ്റർ ജലീലിന് തന്നെ അത് ചലഞ്ച് ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലേ? ഇപ്പോൾ ഒരു വർഷമാകാൻ പോകുന്നു. അപ്പോൾ പറ്റുമായിരുന്ന സമയത്തും he didn't do that അല്ലേ? അപ്പോൾ he didn't do that. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് ഇപ്പോൾ പറയുന്നത്. വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നു എന്നാണ് ഓതർ പറഞ്ഞു നിർത്തിയേക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് ക്രിട്ടിക്കൽ ആയിട്ട് തന്നെ പറയുന്നു. The government has defended the proposed ordinance on the ground that section amounts to removal of a minister. അപ്പോൾ ഗവൺമെന്റ് ഡിഫെൻഡ് ചെയ്യാണ് പ്രൊട്ടക്ട് ചെയ്യാണ്. പ്രപ്പോസൽ ഓർഡിനൻസിനെ ഡിഫെൻഡ് ചെയ്യുന്നത് തന്നെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് പറയാണ് ഓൺ ദ ബേസിസ് ദാറ്റ് ഈ സെക്ഷൻ അമൗണ്ട്സ് ടു റിമൂവൽ ഓഫ് എ മിനിസ്റ്റർ. ഒരു മിനിസ്റ്ററിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നു. അപ്പോൾ ഓർക്കണേ, ഈ ഡിഫെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ പ്രൊട്ടക്ട് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. അതിനെ പ്രൊട്ടക്ട് ചെയ്യണം, അതല്ലെങ്കിൽ അതിനെ സേഫ് ഗാർഡ് ചെയ്ത് പറയും. ഓർഡിനൻസിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് പറയാണ്. കുറച്ച് ബേസിസ് ഉണ്ട്. ഒന്ന് ബേസിസിലാണ്, ഈ സെഷന്റെ ബേസിസിലാണ് എന്ന് പറയുന്നു. റിമൂവൽ ഓഫ് എ മിനിസ്റ്റേഴ്സ് ഡ്യൂലി അപ്പോയിന്റഡ് ബൈ ദ ഗവർണർ ഓൺ ദ അഡ്വൈസ് ഓഫ് ചീഫ് മിനിസ്റ്റർ violates Articles 163 and 164 of the Constitution. Further, there is no provision for appeal. It proposes to amend it to the effect that the government or authority may decide on the Logo Ayuktha's finding within 3 months. It also seeks to provide for an appeal. While these are valid points, there is room to question the adoption of the ordinance route. It is also curious that the provision is now considered unconstitutional when it was earlier LDF regime headed by E.K. Nayanar that enacted the law in 1999. The legislation. അപ്പോൾ ഇതിലോട്ട് വളരെ ക്രിട്ടിക്കൽ ആയിട്ട് വിത്ത് വാലിഡ് പോയിന്റ് ഓതർ പറയാണ്. അപ്പോൾ ഇവിടെ അവർ പ്രൊട്ടക്ട് ചെയ്യുന്ന അതിന്റെ ഗ്രൗണ്ട് പറയുന്ന ഇതാണ്. ഒരു മിനിസ്റ്ററെ അപ്പോയിന്റ് ചെയ്യുന്നത് ഈസ് ഡ്യൂലി അപ്പോയിന്റഡ് ബൈ ദി ഗവർണർ ഓൺ ദ അഡ്വൈസ് ഓഫ് ചീഫ് മിനിസ്റ്റർ. ചീഫ് മിനിസ്റ്ററിന്റെ സജഷൻ വെച്ചിട്ടാണ് നമ്മൾ ഒരു ഗവർണർ നിയമിക്കുന്നതാണ് നമ്മുടെ മിനിസ്റ്റേഴ്സിനെ. ആൻഡ് ഇപ്പൊ നമ്മൾ ആ ലോകായുക്ത ഇതനുസരിച്ച് പോവുകയാണെങ്കിൽ വി ആർ വയലേറ്റിംഗ് ദ ആർട്ടിക്കിൾസ് 163 and 164 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ആർട്ടിക്കിൾ 163 and 164 എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കുക. ബിക്കോസ് നിങ്ങൾക്ക് അത് എക്സാമിന് ആവശ്യമുണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചോണം അതെന്താന്ന് ഓർക്കുക. അത് വയലേറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഫർദർ, കൂടാതെ നോക്കിയ ഫർദർ ഇറ്റ്സ് എ കോസിറ്റീവൈസ്, കൂടാതെ, ഇൻ അഡീഷൻ, ഫർദർ, മോർ ഓവർ, there is no provision for appeal. അപ്പീൽ പോകാനുള്ള ഒരു പ്രൊവിഷൻ ഇവിടെ ഇല്ല. It proposes amend to it affect that governor. അപ്പോൾ ഇതിനവിടൊക്കെ എന്ത് നമുക്ക് കൊണ്ടുകൊടുക്കാം? അപ്പോൾ ഇതിന്റെ എഫക്റ്റ് അനുസരിച്ച് ഗവർണറോ ഗവൺമെന്റോ അതോറിറ്റിക്കോ ഡിസൈഡ് ചെയ്യാം ഓൺ ലോകായുക്തയുടെ ഫൈൻഡിങ്. വിത്തിൻ 3 മാസത്തിനുള്ളിൽ അതിന്റെ ഫൈൻഡിങ് കണ്ടുപിടിക്കാൻ പറ്റും. 3 മാസത്തിനുള്ളിൽ ഇതിന്റെ എന്താണ് തീരുമാനം എന്ന് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ഇറ്റ് ഓൾസോ സീക്സ് ഫോർ പ്രൊവൈഡിങ് ആൻ അപ്പീലിന് പോകാം. അപ്പോൾ ഇങ്ങനെയുള്ള വാലിഡ് പോയിന്റ്സ് ഒക്കെ ഉള്ളപ്പോഴും, വൈൽ ദീസ് ആർ വാലിഡ് പോയിന്റ്സ്, ഇങ്ങനത്തെ വാലിഡ് പോയിന്റ്സ് ഉള്ളപ്പോഴും ദർ ഇസ് നോ ക്വസ്റ്റ്യൻ ടു അഡോപ്ഷൻ ഓഫ് ഓർഡിനൻസ് റൂട്ട്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന ഇതാണ്. വളരെ ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പ്രൊവിഷൻ ഇപ്പോൾ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കാര്യം എന്താ വെച്ചാൽ എർലിയർ റെഷീം അത് പണ്ട് LDF ഭരിച്ചിരുന്ന കാലഘട്ടത്തിലെ E.K. നയനാരാണ് ഈ ലോ ഇനാക്ട് ചെയ്തത് 1999. ഇങ്ങനെ കറപ്ഷനെതിരെ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവരണമെന്ന് പറയും. ലോകായുക്ത ബില്ലിന് തുടക്കം കുറിച്ചത് LDF ഗവൺമെന്റ് തന്നെയാണ്, സർക്കാർ തന്നെയാണ്. E.K. നായനാറിന്റെ ക്യാപ്റ്റൻസിയിലുള്ള അല്ലെ ലീഡർഷിപ്പിലുള്ള തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഇത് കൊണ്ടുവരുന്ന ഇറ്റ്സ് എ ക്യൂരിയോസിറ്റി ഫാക്ടർ റോസ് ചെയ്യുന്നു മനുഷ്യരിൽ. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ക്ലിയർ? അപ്പോൾ ഇതാണ് ഇവിടെ ഓതർ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് കേട്ടോ. ലെറ്റ്സ് സീ ബാക്കി എന്നാണ്. ദ ലെജിസ്ലേഷൻ വാസ് ക്വൈറ്റ് അഹെഡ് ഓഫ് ഇറ്റ്സ് ടൈം. As it envisaged removal of a public servant from office following an adverse judicial finding long before the Supreme Court paved the way for automatic disqualification of an elected representative upon conviction. It was only in 2013 that the Apex Court struck down a clause in election law that saved a serving legislature from disqualification following conviction until an appeal was filed and disposed of. A regime truly disposed towards corruption-free governance should not normally be worried about a law that allows an independent judicial forum to direct a public. Okay. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ അപ്പീൽ പറയുന്ന ലോ എന്ന് പറഞ്ഞാൽ കാലത്തിന് മുൻപേ സഞ്ചരിച്ച അക്കോർഡ് ഓഫ് ഇറ്റ്സ് ടൈം. കാരണം ഇത് മുന്നോട്ട് കണ്ടിരുന്നു, ഫോർസീ ചെയ്തിരുന്നു, മുൻകൂട്ടി കണ്ടിരുന്നു. എന്താണ്? ഇറ്റ് എൻവിസാജ്ഡ് റിമൂവൽ ഓഫ് എ പബ്ലിക് സർവന്റ്. ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഒരു അഡ്വേഴ്സ് ജുഡീഷ്യൽ ഫൈൻഡിങ് വരുന്നു. ഇപ്പോൾ കോർട്ട് ഇതിനു വേണ്ടി ഒരു കോർട്ട് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നതിന് മുൻപ് ഇത് മുൻകൂട്ടി കണ്ടിരുന്നു അല്ലെ? ആര് മുൻകൂട്ടി വരുന്നു? ലെജിസ്ലേഷൻ അല്ലെ, നിയമവും നടപടി കണ്ടിരുന്നു.
അപ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറ്റും ഒരു റെപ്രസെൻറ്റേറ്റീവിനെ അങ്ങേര് കൺവിക്റ്റഡ് ആണെങ്കിൽ, അല്ലെ, കൺവിക്ഷൻ ഉണ്ട് അങ്ങേർക്കെതിരെ ഇതുണ്ടെങ്കിൽ, ജഡ്ജ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അങ്ങേര് എന്ത് ചെയ്യാം, പബ്ലിക് ഓഫീസിൽ നിന്ന് പുറത്താക്കാം, അല്ലെ, ഹി കനോട്ട് ഹോൾഡ് ഓഫീസ്. അതാണ്. അപ്പോൾ 2013 അപ്പെക്സ് കോർട്ട്, അതായത് ഹൈക്കോർട്ടല്ല, SC സുപ്രീം കോർട്ട് ഈ പറഞ്ഞ സ്ട്രക്ക് ഡൗൺ ചെയ്ത് കളഞ്ഞത്. സ്ട്രക്ക് ഡൗൺ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, സ്ട്രക്ക് ഡൗൺ ചെയ്ത് കളഞ്ഞു, ക്ലോസ് ഒരു ഇത് മുന്നോട്ട് വെക്കുകയാണ്, പറയുന്നു ദാറ്റ് annul ചെയ്തു in a law that saved serving legislature from disqualification from conviction until an appeal was filed and disposed. അപ്പോൾ പറഞ്ഞു നമുക്കൊരു അപ്പീലിന് പോയിട്ട് അത് ഇത് ഫയൽ ചെയ്യപ്പെടുന്ന വരെ അവിടെ നിൽക്കാം എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അത് അനൽ ചെയ്തു, അത് ക്യാൻസൽ ചെയ്ത് കളയുകയാണ് ചെയ്തത് സുപ്രീം കോടതി. 2013 അങ്ങനെ ഒരു മാറ്റം, ഭേദഗതി വന്നത്. 2013 ഇങ്ങനൊരു മാറ്റം വന്നു. അതായത് നമുക്ക് അപ്പീലിന് പോയിട്ട് അത് വരെ, അത് തിരിച്ചറിയുന്നത് വരെ എന്നുള്ള രീതിയിലുണ്ടല്ലോ, അത് ഇല്ലായിരുന്നു. അതിനു മുമ്പ് അത് ഡിസ്ക്വാളിഫൈ ചെയ്ത് കളഞ്ഞു. ഇങ്ങനെ എന്നാ പറയാണ്, ഒരു കറപ്ഷൻ ഫ്രീ ഗവർണൻസ് ആഗ്രഹിക്കുന്ന ഒരു റഷീം, നമ്മളിപ്പോൾ ഒരു നിയമ നടപടിയിൽ നമുക്കറിയാം കറപ്ഷൻ വേണ്ട, അല്ലേ, നമുക്ക് എന്ത് പറയേണ്ട, നമ്മുടെ നാട്ടിൽ കറപ്ഷനെ പറ്റി ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ആർട്ടിക്കിൾ നിങ്ങൾ essay വരുമ്പോൾ പ്രതീക്ഷിച്ചു, അതാ കറപ്ഷനെ പറ്റി ഒരെണ്ണം വന്നേക്കുന്നു. അപ്പോൾ ഓർത്ത് കറപ്ഷൻ നമുക്ക് ചോദിക്കാൻ വരാനുള്ള ഇതുണ്ട്. ഇപ്പം ഈ സമയത്ത് കറപ്ഷനെ പറ്റി ഒരു essay പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു കറപ്ഷൻ ഫ്രീ, അതായത് നമുക്കറിയാം കറപ്ഷൻ ഇല്ലാത്തൊരു ഗവേണൻസ്, ഇത് അല്ലേ ഒരു പരിപാടി നമുക്ക് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ, അങ്ങനെ പ്രതീക്ഷിക്കുന്ന ഒരു ഗവൺമെന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാബിനറ്റ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് അവർക്ക് ഇത് ഇതായിക്കൂടെ, വൈ ആർ ദ വറീഡ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു ലോ കൊണ്ടുവരുന്നതിൽ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യൽ ഫോറം കൊണ്ടുവരുന്നു, അതിന് വേണ്ടിയിട്ട് എന്തുകൊണ്ട് വറീഡ് ആവുന്നു? ഒരു പബ്ലിക് സെർവന്റ് പുറത്താവുന്ന എന്തുകൊണ്ട്? കുഴപ്പമില്ല, അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്, നെപ്പോട്ടിസത്തിന് അർഹരായിട്ടുണ്ടെങ്കിൽ അവർ പുറത്താകുന്നതിൽ നമ്മൾ എന്തിനാണ് വറീഡ് ആവുന്നത്? അതൊരു ഇൻഡിപെൻഡന്റ് ജുഡീഷ്യൽ ഫോറം നമ്മൾ കൊണ്ടുവരികയല്ലേ എന്നാണ് ഓതർ ചോദിക്കുന്നത്. ഇഫ് ഇറ്റ് ഈസ് വെൽ ഫൗണ്ടഡ് റിസർവേഷൻ, ഇപ്പൊ നമ്മൾ പറഞ്ഞു, നേരത്തെ ഞാൻ പറഞ്ഞു വെൽ ഫൗണ്ടഡ് എന്ന മീനിങ് വാലിഡിന്റെ മീനിങ് കണ്ടില്ലേ, വാലിഡ് ആണ്. അപ്പോൾ വാലിഡ് എന്ന് പറയുന്ന ഒരെണ്ണം ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, പിന്നെ അത് റിപ്പീറ്റ് ചെയ്തിട്ടില്ല, അതേ വേർഡ് റിപ്പീറ്റ് ചെയ്യാതെ വേറൊരു വേർഡ് സിനോണിം ഉപയോഗിച്ചിട്ടാണ് വെൽ ഫൗണ്ടഡ്. നമ്മൾ സിനോണിം തന്നെ പഠിച്ചു, വെൽ ഫൗണ്ടഡ്. റിസർവേഷൻസ് അബൌട്ട് ദ പ്രോസസ്, ഇറ്റ് ഷുഡ് നോട്ട് ബി ചാരി ഓഫ് ഇൻട്രൊഡ്യൂസിങ് റെലവെന്റ് അമെൻമെന്റ്സ് ഇൻ ദ അസംബ്ലി. ഞാൻ പറഞ്ഞല്ലോ, അത്ര വറീഡ് ആവേണ്ട കാര്യമില്ല. ഇറ്റ് ഷുഡ് നോട്ട് ബി വറീഡ്, കോഷ്യസ് ആവേണ്ട കാര്യമില്ല, അല്ലേ? അങ്ങനെയാണെങ്കിൽ, അങ്ങനെ കൊണ്ടുവരുന്നതിന് പ്രശ്നമില്ലെങ്കിൽ പിന്നെ എന്താ, അവർ വാലിഡ് ആയിട്ടുള്ള പ്രോസസ്സിന് വാലിഡ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് എറർ ആയിരുന്നു കേട്ടോ. ഐ എം സോ സോറി. നെറ്റ് അവിടെ ഡൗൺ ആയി, മൊത്തം കുളമായി. ഓക്കെ, ഞാൻ തിരിച്ചു വന്നെന്ന് വിശ്വസിക്കുകയാണ്. മനസ്സിലായി കാണുമായിരിക്കുമല്ലോ. ഇത് ആർഗ്യുമെന്റേറ്റീവ് എസ്സേ ആണ്, സോറി എസ്സേ അല്ല, ആർട്ടിക്കിളാണ്. ഇന്നത്തെ ആർട്ടിക്കിൾ ഒരു ആർഗ്യുമെന്റേറ്റീവ് ടോണിൽ വന്നേക്കാണ്. കംപ്ലീറ്റ് ആയിട്ടൊരു ടോണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ചായിരുന്നു നിങ്ങൾ? ഇവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയതാണ്, ഇഫ് ഇറ്റ് ഹാസ് വെൽ ഫൗണ്ടഡ് റിസർവേഷൻസ് അബൌട്ട് ദ പ്രോസസ്. അതിനെപ്പറ്റി വാലിഡ് ഒരു റിസർവേഷൻ ഉണ്ട് ഈ പ്രോസസിനെ പറ്റി, എങ്കിൽ എന്തുകൊണ്ട് ഇവർ ഇങ്ങനെ ഒരു അമെൻമെന്റ് വരുന്നതിൽ ഇവർ ടെൻഷൻ ആവുന്നു എന്നുള്ള രീതിയിലാണ്. സോ ഇറ്റ് ഈസ് ആർഗ്യുമെന്റേറ്റീവ് ആണ്, വളരെ ആർഗ്യുമെന്റേറ്റീവ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ഇന്ന് കൊടുത്തേക്കുന്നത്. സോ കറപ്ഷനെ പറ്റിയൊരു എസ്സേ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരുന്നു. വി ക്യാൻ എക്സ്പെക്ട് ദാറ്റ്, അത് ഓർത്ത് വെച്ചോളാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ എന്താണ് കോഴ്സ് ഡിവൈസുകൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ കണ്ടില്ലേ കോഴ്സ് ഡിവൈസുകൾ എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന്. കൂടാതെ വാലിഡ് എന്ന വാക്കിന്റെ സിനോണിമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്താണ് വെൽ ഫൗണ്ടഡ്. കണ്ടോ, അത് തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടോ, സിനോണിമാണ് ഉപയോഗിച്ചത്. വീണ്ടും ആ വേർഡ് റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ നിങ്ങളും വേർഡ്സ് സെയിം റിപ്പീറ്റ് ചെയ്യാതെ നല്ല വേർഡുകൾ നിങ്ങൾക്ക് അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതൊന്നും ഉപയോഗിക്കാൻ ശ്രമിക്കാം. ഓക്കെ, റൈറ്റ്, യെസ്. സോ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റനിലോട്ട് പോവാം, ഇന്നലത്തെ ക്വസ്റ്റനിലോട്ട് പോകാം കേട്ടോ, ഇനി താമസിപ്പിക്കേണ്ട. Okay, മനസ്സിലാക്കി ഒരു thumbs up ഇട്ട് എല്ലാവരും. So spot the question of 27th Jan. If this was an outcome of bureaucratic bravado, official obstinacy, political paralysis, or a combination of all three, India needs to abandon such fickleness. യെസ് എ ബി, ഐ അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലായി. ഇന്ന് എന്താ പറ്റിയെന്നറിയില്ല, നെറ്റ് മൊത്തത്തിൽ ഡൗൺ ആയിരുന്നു. ഐം സോ സോറി. അത് എൻ്റെ മാത്രം ഇഷ്യൂ അല്ല, ടെക്നിക്കലാണ്. ഞാൻ അവരെ ശരിയാക്കാം. ഞാൻ ഒന്ന് അവരോട് എൻ്റെ ലോക്കാലിറ്റി എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ലെറ്റ് മീ ആസ്ക് ദം. ഓക്കെ, ഐ എം സോറി. പറ്റും. കറപ്ഷൻ ബേസ്ഡ് കാര്യം പറയുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കോട്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നവുമില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു നയത്തിൽ അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞേ, ഇഫ് ദിസ് വാസ് ആൻ ഔട്ട്കം ഓഫ് ബ്യൂറോക്രാറ്റിക് ബ്രാവഡോ, ഒഫീഷ്യൽ ഒബ്സിനൻസി, പൊളിറ്റിക്കൽ പാരലിസിസ്, ഓർ എ കോമ്പിനേഷൻ ഓഫ് ഓൾ ത്രീ, ഇന്ത്യ നീഡ്സ് ടു അബാൻഡൻ സച്ച് ഫിക്കിൾനെസ്. ഇവിടെ എന്താ തെറ്റ്? ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു എററാണ് ഇവിടെ വന്നേക്കുന്നത്. പറയാം.
ഓക്കെ, പറയൂ. ഇഫ് വരാൻ പറ്റില്ല, ഇഫ് വരാം, യെസ് ഓർ നോ എന്നുള്ള അർത്ഥം വരുമ്പോൾ ഇഫും വെതറും വരാം. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓറുണ്ടോ, ഓറുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഓറുണ്ടെങ്കിൽ നമുക്ക് അവിടെ പണി മാറി. വെതർ തന്നെ വരണം. വെതർ ഓർ ഇത് കോറിലേറ്റീവ്സ് ആണ്. ഞാൻ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളോട്. ഇഫും വെതറും രണ്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു കാര്യം നമ്മൾ ഡൗട്ട് ആയിട്ടൊരു കാര്യം യെസ് ഓർ നോ എന്നൊരു ചോദ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഓർ ഉണ്ടെങ്കിൽ അവിടെ ഇഫ് ഉപയോഗിച്ചാൽ അത് തെറ്റി. ബിക്കോസ് വെദർ ഓർ എന്നുള്ളത് കോറിലേറ്റീവ് ആണ്, ഒരുമിച്ച് വരാൻ പാടുള്ളൂ. നിർബന്ധമായ കാര്യമാണ് വെദർ ഓർ. സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ഇന്നലത്തെ ക്വസ്റ്റ്യന്റെ എറർ. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ പിടിച്ചോളൂ. ദ COVID-19 പാൻഡമിക് ഹാസ് നോട്ട് ended but societies are better prepared and aware about the reasonable measures that can be undertaken to save lives. COVID-19 pandemic has not ended but societies are better prepared and aware about the reasonable measures that can be undertaken to save lives. ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. ഒരു എറർ ഉണ്ട് ഇതിൽ. അപ്പോൾ ഓൾട്ടർനേറ്റ്സ് ആയതുകൊണ്ട് രണ്ടും ഉപയോഗിക്കാം. ആഗ്ന വെദറും ഇഫ് ഉപയോഗിക്കാം. പക്ഷേ വെദർ ഓർ വരാൻ കാര്യം വെദർ ഓർ കോറിലേറ്റീവ് ആയതുകൊണ്ടാണ് കേട്ടോ. ഇറ്റ് ഈസ് എ കോറിലേറ്റീവ്, അതുകൊണ്ട് ഒരുമിച്ച് വരാൻ പോകുള്ള പെയറിൽ. സോ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ടേക്ക് എ സ്ക്രീൻഷോട്ട് ആൻഡ് ഗിവ് മി യുവർ ആൻസേഴ്സ് ഇൻ ദ കമന്റ് സെക്ഷൻ എവരിവൺ. താങ്ക് യു സോ മച്ച്. അപ്പോൾ താങ്ക് യു എവരിവൺ. നാളെ രാവിലെ 9 മണിക്ക് കാണാം, വീക്ക്ലി ക്വിസ് ആയിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരാഴ്ചത്തെ വൊക്കാബ് മൊത്തം നാളെ നമ്മൾ ക്വിസ് ആയിട്ട് ഇറക്കുന്നുണ്ട്, ക്വസ്റ്റൻസ് ആയിട്ട്. അപ്പോൾ ഐ ലുക്ക് ഫോർവേഡ് ടു ഇറ്റ് ആൻഡ് എല്ലാവരും വരിക, കാണാം. ഓക്കെ, സോ നാളെ മുതൽ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ എഡിറ്റോറിയൽ വൊക്കാബ് ക്വിസ് സ്റ്റാർട്ട് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് എവരിവൺ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ കൈൻഡ് പാർട്ടിസിപ്പേഷൻ ആൻഡ് യുവർ ഇൻവോൾവ്മെന്റ് എവറി ടൈം. താങ്ക് യു ആൻഡ് കീപ് സപ്പോർട്ടിങ്. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. KPSC ഷോർട്ട് സെലക്ഷൻ ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക കേട്ടോ. ഇതാണ് നമ്മുടെ ടെലിഗ്രാം ID. ആൻഡ് റെക്കോർഡിംഗ് കാണുന്നവർക്കും താങ്ക് യു സോ മച്ച്. സ്റ്റേ കണക്റ്റഡ്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട. കോമന്റ് സെക്ഷനിൽ കോമന്റ്സ്, ആൻസേഴ്സ്, സജഷൻസ് ഇടുക. ആൻഡ് ഷെയർ ഇറ്റ് among as many as possible. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നോക്കിയേ, മോക്ക് ടെസ്റ്റ് വരുന്നുണ്ട് നാളെ 29-ാം തീയതി. നാളെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ട്. ഓൾ ഇന്ത്യ HCM മോക്ക് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ മോക്ക് ടെസ്റ്റുകൾ, ഫ്രീ ക്വിസസ് ഒക്കെ അവൈലബിൾ ആണ് ആപ്പിലൂടെ. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ക്വിസസ് ഒക്കെ അവൈലബിൾ ചെയ്ത് നിങ്ങൾക്ക് പോയിന്റ് ഗ്രാബ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അത്രത്തോളം പൈസ കുറച്ച് കിട്ടും. സോ ഇറ്റ്സ് എ റിയലി യൂസർ ഫ്രണ്ട്ലി, അതുപോലെ തന്നെ വളരെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം, എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ്. സോ യു ക്യാൻ യൂസ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പരിഗണിക്കാം കേട്ടോ. അപ്പോൾ ടേക്ക് കെയർ എവരിവൺ. സീ യു ടുമോറോ at 9 AM. വീണ്ടും കാണാം. ടേക്ക് കെയർ വൺസ് അഗൈൻ. ഓക്കെ, അതുപോലെ തന്നെ എൻജോയ് യുവർ ഡേ.